അടുത്തത് എർത്തുകൈക്ക്. എർത്തുകൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1950 ശേഷമാണ് ഇത്രയും വലിയ എർത്തുകൈക്കുകൾ. അത് നമ്മുടെ റെക്കോർഡിക്കലായിട്ട് നോക്കിയാൽ കാണാം. 1950 മുമ്പ് ഇതുപോലെ ഇല്ല. ഇപ്പോൾ എർത്തുകൈക്ക് വളരെ ശക്തമായി. അപ്പൊ ഈ ഭൂമിയുടെ നിൽപ്പിനെ സ്ഥായിയായ വ്യത്യാസം സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഇത് പൂർണ്ണമായിട്ട് തകരാൻ പോവുകയാണ്. അതിന് മുൻപ് ദൈവം തമ്പുരാൻ നമ്മളെ ഒഴിച്ചു മാറ്റും. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരണമല്ലോ. അടുത്തത് ആത്മീയ അടയാളത്തെ കുറിച്ച് പറയുകയാണ്. ആത്മീയ അടയാളം എന്ന് പറഞ്ഞാൽ 2 ദിവസം നമ്മൾ ചിന്തിച്ചു. ലോക മക്കൾക്കൊരു അടയാളമുണ്ട്, പ്രീ ട്രിബുലേഷണൽ സൈൻ. നമ്മളത് ചിന്തിച്ചിട്ട് 6-7 കാര്യം നിങ്ങൾ ഓർക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹോപദ്രവത്തിന് മുൻപുള്ള ലോക ജനതയ്ക്ക് കൊടുത്ത അടയാളമാണ് ഈ COVID-19 കൂടി ലോകത്തെ ഒരു കൊടക്കീഴിൽ കൊണ്ടുവന്നത് വിശദമായി നമ്മൾ ചിന്തിച്ചു. എന്തിനാണ്? ഒരു ഭരണാധികാരിക്ക് ഈസി ആയിട്ട് ഈ ലോകത്തെ അടച്ചു തകർത്ത് ഭരിക്കാനുള്ള സൗകര്യം ഉണ്ടായി. അത് അവർക്ക്. ദൈവമക്കൾക്ക് സ്പിരിച്വലായിട്ട് പ്രീ റാപ്ചർ സൈൻ ഉണ്ട്. അവർക്ക് ലോകമക്കൾക്ക് പ്രീ ട്രിബുലേഷണൽ സൈൻ, നമുക്ക് പ്രീ റാപ്ചർ സൈൻ. അതായത് നമ്മൾ ഇവിടുന്ന് പുറപ്പെടാൻ പോകുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. ആ അടയാളം നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ തയ്യാറാകുന്നു, പാക്ക് ചെയ്യുന്നു, മുറികളെല്ലാം അടയ്ക്കുന്നു. ഇതുപോലെ പ്രീ റാപ്ചർ അടയാളങ്ങൾ വളരെ വേഗം ഒരു 10 കാര്യങ്ങൾ ഞാൻ പറയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു വാക്യം വായിക്കാം. 2600 വർഷങ്ങൾക്ക് മുൻപുള്ള പ്രവചനമാണ് സക്രിയ പ്രവചനം 10-ാം അധ്യായം 1-ാം വാക്യം. അതിന്റെ കാരണം എന്നാണെന്ന് സയൻസിൽ കൂടിയും പ്രായോഗികമായിട്ടും ഞാൻ പറയാം. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്യിച്ചു കൊടുക്കും. മതി. പിന്മഴയുടെ കാലത്ത് യഹോവയോട് അപേക്ഷിക്കുക. അവൻ ഏത് സസ്യത്തിനും എങ്ങനെയാ മിന്നൽ പിണർ ഉണ്ടാക്കുന്നു. ഞാൻ പറയാൻ വരുന്നതിന്റെ കാരണം, ലോക വ്യാപകമായ ഉണർവ് അന്ത്യകാല അടയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉണർവുണ്ടായിട്ടുണ്ട്. പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ചതിന് ശേഷം കാലാകാലങ്ങളിൽ ഉണർവുണ്ട്. നിങ്ങൾ താമസിക്കുന്ന UK-ലെ ഉണർവാണ് ഏറ്റവും പ്രസിദ്ധമായ ഉണർവെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. അതിന് പറയുന്നത് വെയിൽസിലെ ഉണർവെന്ന അറിയാമല്ലോ. പോലീസ് സ്റ്റേഷൻ വരെ ക്ലോസ് ചെയ്തെന്നാണ് ചരിത്രം പറയുന്നത്. കേസുകളില്ല. പോലീസുകാരെ എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് ഒരാളെ മാത്രം ആക്കിയെന്ന്. അവിടുത്തെ മദ്യഷാപ്പുകൾ മുഴുവൻ അടച്ചു. അവിടുത്തെ സിനിമാ തിയേറ്ററുകൾ അടച്ച് കാണാനല്ലത്. വെയിൽസിലെ ഉണർവുണ്ടായി. ഇത് തന്നെ ഈ അമേരിക്കയിൽ ഉണ്ടായി അസൂസ സ്ട്രീറ്റിലെ ഉണർവ് നമ്മളത് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഉണർവുണ്ടായി. ആ ഇന്ത്യയിൽ ഉണ്ടായ പൂനായിൽ ഉണ്ടായ ഉണർവ്. പിന്നെ നമ്മുടെ കൊച്ചി കേരളത്തിൽ പല ഉണർവുകൾ ഉണ്ടായി. വെൺമണി ഉണർവ്, അങ്ങനെ പല ഉണർവുകൾ ഉണ്ടായിട്ടുണ്ട്. പൂവത്തൂർ ഉണർവ്, ഇങ്ങനെ ഉണർവുകൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിൽ ചൈനയിൽ ഉണർവ് ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലണ്ട്, യൂറോപ്പിൽ ഉണർവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം വെറും സോണലായിരുന്നു. അതാത് സമയത്ത് കിഴക്കൻ മഴ പെയ്യുന്നതിൽ ഓരോ സ്ഥലത്ത് മാത്രം ഉണർവ്. എന്നാൽ 1950 ശേഷം ഉണ്ടായ ഉണർവ് കേട്ടോ. അതെങ്ങനെയാണെന്നാണ് അത് വചനം പറയുന്നു. പിന്മഴയുടെ കാലത്ത് നിങ്ങളാരും ദൈവമക്കളെ കൃഷിക്കാരല്ല. ഇപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരോ ജോലിക്കാരോ പിന്മഴയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. നമ്മൾ ചിന്തിക്കണം. 3 മഴയാണ്. ഒത്തിരി മഴകളുണ്ട്. അഗ്രികൾച്ചറൽ ലാംഗ്വേജിൽ 3 മഴ. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1 മുൻമഴ, അടുത്തത് ഇടമഴ, അത് ആരും അത്ര ചിന്തിച്ചിട്ടില്ല. പിന്നെ പിന്മഴ, ഇയർലി റെയിൻ, മിഡ് റെയിൻ, ലാറ്റർ റെയിൻ. 3 ഉദ്ദേശത്തിനാണ്. മുൻമഴ, ഇയർലി റെയിൻ എന്ന് പറയുന്നത് ഈ ചുട്ടുപൊള്ളി കിടക്കുന്ന മണ്ണിനോട്ട് ആദ്യത്തെ മഴ മുൻമഴ അടിച്ച് സർഫേസ് ഒരു 4 ഇഞ്ച് നനഞ്ഞു കഴിഞ്ഞാൽ ഉടനെയാണ് കൃഷി ഇറക്കുന്നത്. അതാത് രാജ്യത്തിൽ ഉടനെ നല്ലപോലെ മഴ വെയിലങ്ങോട്ട് കണഞ്ഞ് മഴ അങ്ങോട്ട് കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ എന്നാ ഉത്സാഹം. നമ്മുടെയൊക്കെ നാട്ടിൽ കാണാമല്ലേ, കപ്പ ഇടുന്നു, തെങ്ങ്, എല്ലാ കൃഷികളെല്ലാം പ്ലാന്റിങ് മുഴുവൻ. അതാണ് മുൻമഴ. മിഡ് റെയിൻ എന്ന് പറയുന്നതിനെ ഇടമഴ എന്ന് പറയും. അത് ഇതിനൊന്നുമല്ല. അത് ചാറി ചിലപ്പം പെയ്യും. എന്തിനാണെന്നറിയാമോ? ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യാനാണ്. ഫെർട്ടിലൈസർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വളം അവിടെ കിടന്നാൽ പോരെ, അത് അബ്സോർവ് ചെയ്യാൻ മോയ്സ്ചർ വേണം. അതിനാണ് ഇടമഴ. പിന്മഴ ഇതിനൊന്നുമല്ല. കൃഷി ചെയ്യാനുമല്ല, കൃഷി ഇറക്കാനുമല്ല,
വളവിടാനുമല്ല, നമ്മളൊന്നും ചെയ്യാനുമല്ല. അതാണ് ഈ പിന്മഴ. പിന്മഴ കിട്ടുന്നത് എപ്പോഴാണെന്നറിയാമോ? കൊയ്ത്തിന് 3 ആഴ്ച മുൻപേ, അല്ലെങ്കിൽ 4 ആഴ്ച മുമ്പ് മാക്സിമം. അല്ലെങ്കിൽ കൃഷി വിളവെടുക്കുന്നതിന്, പഴം പറിക്കുന്നതിന് 2-3 ആഴ്ച മുമ്പ് ഒരു മഴയുണ്ട്. അതിന്റെ പേരാണ് പിന്മഴ. ആ പിന്മഴയുടെ ഒരു പ്രത്യേകത അറിയാവോ? ഇവിടെ വായിച്ചു കേട്ടില്ലേ ലിസിക്കുട്ടി? വായിച്ചപ്പോ നിങ്ങൾ കേട്ടോ? മിന്നൽ പിണർ ഉണ്ടാക്കുന്നു. എന്താണ് ഈ ലൈറ്റ്നിങ്? മിന്നൽ പിണർ. മിന്നൽ പിണർ എന്ന് പറയുന്ന പിന്മഴയ്ക്കാ കാരണം. അന്നേരം ഈ 2 വിധ മേഘങ്ങളുണ്ട്. അത് ചിന്തിക്കുന്നുണ്ട് നമ്മൾ. പിന്നെ ഈ മേഘങ്ങൾ തമ്മിൽ സ്ട്രക്ക് ആകുമ്പോൾ അവിടെ ഹൈ വോൾട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു. ഹൈ വോൾട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു. മഴ പെയ്യാൻ തുടങ്ങും. ഹൈ വോൾട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാകുമ്പോൾ ആ ഇലക്ട്രിക് പവർ കൊണ്ട് അന്തരീക്ഷ വായുവിലെ ഓക്സിജനകത്ത് 79% നൈട്രജനാ. അറിയാമല്ലോ. ആ അന്തരീക്ഷ വായുവിലെ 79% നൈട്രജനിൽ ഒരു നല്ല ഭാഗം വേർപെടും. ഈ ലൈറ്റ്നിങ് ഇങ്ങനെ കയറുമ്പോൾ ഈ ഇലക്ട്രിക്കൽ ആക്ഷനാ. വായുവിനെ ഡിവൈഡ് ആക്കി നൈട്രജൻ വേർപെടുമ്പോൾ മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിൽ ഈ നൈട്രജൻ അബ്സോർവ് ആവും. അങ്ങനെ മഴവെള്ളം വന്ന് വീഴുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇടിവെട്ടി മഴ പെയ്യുന്നു. പക്ഷെ സംഗതി എന്നറിയാവോ? നൈട്രജൻ ഇങ്ങനെ വരിക നൈട്രിക് ആസിഡായിട്ട്. അത് ഈ മണ്ണിലോട്ട് പതിക്കുമ്പോൾ ദൈവം നമ്പുരാൻ അതിനകത്ത് വേറെ ആ സമയത്തേക്ക് ഒരു പ്രത്യേക വിധത്തിലുള്ള ബാക്ടീരിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റൈസോബിയം ബാക്ടീരിയ. അതിങ്ങനെ നോക്കിയിരിക്കെ ചൂട് കൂടുമ്പോഴാണ് അത് ഉണ്ടാകുന്നത്. റൈസോബിയം ബാക്ടീരിയ ഈ നൈട്രിക് ആസിഡിനെ എടുത്ത് നൈട്രേറ്റ് ആയിട്ട് ചെടിക്ക് കൊടുക്കും. ഇടിവെട്ടി ഒരാഴ്ച കഴിഞ്ഞ് നോക്കിക്കേ, ഉണങ്ങി ചുക്കളിച്ച് വല്യപ്പച്ചനെ പോലെ ഇരിക്കുന്ന ചെടികളെല്ലാം നല്ല പെമ്പിള്ളേരെ പോലെ കയറി വരുന്ന കാണാൻ പറ്റേ ഇല്ലേ? കണ്ടിട്ടില്ലേ? അന്നേരം നമ്മൾ പറയും, ഓ ഞങ്ങൾ വളവിട്ടതാ. നമ്മൾ ഈ പിതുക്കി 46% ഇടുന്നത്. അതേ സമയത്തുള്ള തമ്പുരാൻ അടിക്കുന്നത് 46,000. അതാണ് പിന്മഴ. ഇത് ആത്മീയത്തിലുണ്ട്. അപ്പം പിന്മഴയ്ക്ക് ഗുണം അതാണ്. ചെടികളെല്ലാം വളരെയധികം തഴച്ചു വളർന്നു. അപ്പോൾ അതിനൊരു ദോഷവും ഉണ്ടാകും പിന്മഴയ്ക്ക്. പിറ്റേ ദിവസം നമ്മൾ വായിച്ചില്ലേ, 4 പവന്റെ മാലയായിട്ട് വെളിയിൽ നിന്ന കുഞ്ഞമ്മ മരിച്ചുപോയെന്ന്. ആക്സിഡന്റ് ഉണ്ടായി, ഷോക്കടിച്ച്, ഇടിവെട്ടി ഇല്ലേ? സ്വർണ്ണമാല ഇട്ടുകൊണ്ട് വെളിയിൽ പോയി നിന്നതാ. അതിലേക്ക് കയറി അടിച്ചു, ഈ വൈദ്യുതി തട്ടിപ്പോയി. ഇത് തന്നെ ആത്മീയത്തിൽ ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. എന്താണെന്നറിയാവോ? ഇവിടെ റൈസോബിയം ബാക്ടീരിയ ഇടപെട്ടതുപോലെ മനസ്സാക്ഷി ഇടപെട്ടപ്പോൾ ആ മാസിഡോണിയൻ ജയിലിലെ സൂപ്രണ്ട് ചോദിക്കുക, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പിന്മഴ അടിച്ചതാ. പുള്ളിക്ക് സംഗതി പിടി കിട്ടി. അടിച്ചത് സാധാരണക്കാരനൊന്നും അല്ല. അദ്ദേഹം അതിശയിക്കാൻ എന്താ കാരണം? ഈ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകിയതുകൊണ്ട് മാത്രമല്ല, അതാണ് എർത്ത് വേക്ക് കൊണ്ട് ഇളകിയതാന്ന് സാധാരണഗതി നമുക്ക് ചിന്തിക്കാം. പക്ഷെ അവിടെ സംഭവിച്ചെന്നറിയാവോ? 10,360 തടവുപുള്ളികൾ ജയിലിൽ കിടപ്പുണ്ട് ചങ്ങലയിട്ട്. അവരുടെ ചങ്ങല അഴിച്ചിട്ട് ഒരൊറ്റ പുള്ളി പോയില്ല. നമ്മളൊന്ന് ഭാവനയെ കണ്ടേ. ഈ തടവിൽ കിടക്കുന്ന ജയിലുപുള്ളികളെ തടവ് ചാണാൻ എന്തെല്ലാം വേലയാ ചെയ്യുന്നത് രക്ഷപ്പെടാൻ. അതേ സമയത്ത് അവരുടെ മുഴുവൻ ചങ്ങലയിൽ നിന്ന് അഴിഞ്ഞ് താഴെ പോയപ്പോ പറയുക, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പിന്മഴയാണ്, എനിക്കിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പിന്മഴ. അത് ഗുണം. ദോഷം എന്താ? ഒരു അനുഗ്രഹീതമായ സഭായോഗം ഇംഗ്ലണ്ടിലല്ല, ജെറുസലേമിലാ നടത്തുന്ന. സജി പാസ്റ്റർ അല്ല, പത്രോസ് പാസ്റ്റർ. ആത്മാവിന്റെ ശക്തി ഒരച്ചായം കയറി വന്നു അല്ലേ? നമുക്കറിയാമല്ലോ. ദശാംശം കൊണ്ട് കൊടുത്തു, പേരൊക്കെ അറിയാമല്ലോ. അപ്പൊ പരിശുദ്ധാത്മാവ് ചോദിച്ചു, ഇത്രയ്ക്കോ? പക്ഷെ മനസാക്ഷി റൈസോബിയം പെരുമാറിയില്ല. അന്നേരം പുള്ളി കള്ളം പറഞ്ഞു, റബ്ബറിന് വിലയില്ലെന്ന് പറഞ്ഞു. അറിയാമല്ലോ ബാക്കി. പുറകെ വന്നു അമ്മാമ്മയും, ഇത്രയ്ക്കോ? മനസാക്ഷി പ്രവർത്തിച്ചില്ല. പുള്ളിക്കാരത്തെയും പറഞ്ഞ, അച്ചായ ഒട്ടുവാലിന് പോലും വിലയില്ല, ലാറ്റക്സിന്. 2 പേരും തീർന്നു. അപ്പോൾ പിന്മഴ അടിക്കുമ്പോൾ ലോകവ്യാപകമായി ദൈവമക്കളിൽ, ലോകമക്കൾക്കല്ല ദൈവമക്കൾക്ക് ഗുണമുണ്ട്. എവിടെയെങ്കിലും കുറവുണ്ട് പരിഹരിക്കാൻ. ഇന്ന് നിങ്ങൾ ദൈവമക്കൾ നോക്കിക്കേ, ലോകവ്യാപകമായ ഒരു ഉണർവ്. ഇത് ഞാൻ പറഞ്ഞ അസൂസ സീറ്റിലുണ്ടായ ഉണർവ് മുതൽ അമേരിക്കയിലും കേരളത്തിലും ഉണ്ടായ ഉണർവല്ല, സോണല. 1950 ശേഷം പ്രീ റാപ്ചറിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ലോകവ്യാപകമായ ഉണർവ്.
അതാണ് യോവേൽ പ്രവാചകൻ പറഞ്ഞ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ദൈവമക്കളെ, ക്രൈസ്തവരും മാത്രമല്ല, അക്രൈസ്തവരുടെ ഇടയിൽ ഉണർവുണ്ട്. ഒരു സംഭവം പറയാം. എൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ വരുന്ന ചീഫ് ഗസ്റ്റിനെ സ്വീകരിക്കുന്നത് ഞാനായിരിക്കും. എനിക്കാണ് എൻ്റെ തന്നിരിക്കുന്നത്. കാരണം ഞാൻ ഈ മദ്യപിക്കാത്തത് കൊണ്ടാണ് എന്നെ അതിനാക്കിയത്. മറ്റുള്ളവരെല്ലാം നല്ലപോലെ അടിക്കുന്നവരാണ്. ഇത് സാധനം ഒത്തിരി അവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് എന്നെ ഏൽപ്പിക്കും. പക്ഷെ വരുന്ന ഗസ്റ്റ് ആണെന്നുള്ളത് ആർക്കും അറിയാമല്ല. സ്ട്രിക്ട് കോൺഫിഡൻസിലാണ് എനിക്ക് അറിയാവുള്ളൂ. എന്നെ മാത്രം അറിയിക്കും ഇന്നയാള് വരുന്നെന്ന്. അന്ന് വർഷങ്ങളായി പ്രത്യേകം എനിക്ക് നിർദ്ദേശം കിട്ടിയ ഒരു നല്ല ഡിസ്റ്റിങ്വിഷ് ഗസ്റ്റ് വിത്ത് ഫാമിലിയാണ് വരുന്നത്, 2 ദിവസം ശരിക്ക് ടേക്ക് കെയർ ചെയ്തോണം എന്ന് പറഞ്ഞു. വന്നത് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ, വേറെ ആർക്കും അറിയാൻ മേല. വന്നത് അന്നത്തെ നമ്മുടെ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആണ് വന്നത് വിത്ത് ഫാമിലി. അദ്ദേഹം ഉണ്ട്, ഭാര്യയുണ്ട്, മകളുണ്ട്, മരുമകനുണ്ട്, 4 പേരുണ്ട്. ഇവര് വന്ന് ഞാൻ അവരെ സ്വീകരിച്ചു. ഗസ്റ്റ് ഹൗസിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തു. അപ്പൊ ആ പ്രോട്ടോകോൾ അനുസരിച്ച് അവരുടെ കൂടെ ഞാനും ലഞ്ചിനിരുന്നു, ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ ഉടനെ അവരെ ആ മരുമകൻ സിഗരറ്റ് എടുത്ത് എനിക്ക് ഒരെണ്ണം തന്നു. ഉടനെ ഞാൻ പറഞ്ഞു ഞാൻ വലിക്കത്തില്ല. അവർ എന്നോട് ചോദിച്ചു വൈ നോട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസിയാണ്, പെന്തക്കോസ്തുകാരനാണ്. അപ്പൊ അവർക്ക് അതൊരു വലിയ ഒരു അതിശയം. എന്നോട് സോറി പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം ഒരു ബ്രാഹ്മിൻ ഫാമിലിപ്പെട്ട ഫാമിലിയാ അവരെ. 3-ാമത്തെ ദിവസം അവർ തിരിച്ചു പോവുക. അപ്പൊ ഞാൻ അവിടെ അവരെന്നോട് ഒത്തിരി താങ്ക്സ് ഒക്കെ പറഞ്ഞു. നല്ലപോലെ ഞങ്ങളെ ടേക്ക് കെയർ ചെയ്തതിന് വളരെ താങ്ക്സ് എന്നെല്ലാം പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞ് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ മുറിയിലിട്ട് അദ്ദേഹം പോയി എന്നോട് പറഞ്ഞു, മിസ്റ്റർ മാമൻ ക്യാൻ യു കം ഹിയർ. ഞാൻ ഓർത്ത് നമുക്ക് എന്തെങ്കിലും തരാനാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഡിനേ ചെയ്യണം. ആ തയ്യാറോടൊപ്പോടെ ഞാൻ അങ്ങോട്ട് ചെന്നു. ഉടനെ അദ്ദേഹം എന്നോട് ചോദിക്കുക, ക്യാൻ യു പ്രേ ഫോർ മീ. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കി. കാരണം ഇതൊരു ചീഫ് ജസ്റ്റിസ്, എന്താണ് ഉദ്ദേശം എന്നറിയാം. നമ്മൾ സാധാരണ സംസാരിക്കുന്നതിലാണോ. ഉടനെ പുള്ളി പറഞ്ഞു, ഐ നോ വാട്ട് ഈസ് യുവർ മൈൻഡ്. എന്നോട് അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഇന്ന് പ്രമാദമായി നടന്ന ഒരു കൊലക്കേസിന്റെ ജഡ്ജ്മെന്റ് എഴുതാനാണ് ഞാനിവിടെ വന്നത്. ജഡ്ജ്മെന്റ് എഴുതി ഇനി 2 പാരഗ്രാഫ് കൂടെ ഉണ്ട്. മിസ്റ്റർ മാമൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് പൂർണ്ണമാക്കാൻ സാധിക്കും. എന്നോട് നോക്കി ചോദിച്ചു, എന്നെ മാമൻ നോക്കണ്ട, കാരണം അദ്ദേഹം ആരാ എനിക്കറിയാമല്ലോ, ജാതി ഏതാണ്. പുള്ളി സൂട്ട് കേസ് തുറന്നപ്പോ ഞാൻ അതിശയിച്ചു പോയി. ദൈവമക്കളെ, ഒരു മലയാളം ബൈബിൾ അദ്ദേഹത്തിന്റെ സൂട്ട് കേസിന്. അദ്ദേഹം പറഞ്ഞു, ഐ ആം എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്, പക്ഷെങ്കിൽ എന്റെ സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ല. എന്റെ സർക്കംസ്റ്റൻസ് എന്നെ അനുവദിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹം എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്തൊരു ലെറ്റർ അയച്ചത് ഇപ്പോഴും എന്റെ ഫയലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ പിന്മഴ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നമ്മൾ ഉദ്ദേശിക്കുക അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യമാരും സ്വർഗരാജ്യത്തിൽ വരുമെന്ന് പറഞ്ഞത് അതാണ്. കാരണം നമ്മൾ ഈ മതിലേക്കെടുത്ത ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിരിക്കുന്നവൻ തള്ളിപ്പോവും. അല്ലാത്തവർ അങ്ങ് കയറി വരും ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഇതാണ് 1-ാമത്തെ കാര്യം, പിന്മഴ. 10 കാര്യം ഞാൻ പറയാം. പ്രീ റാപ്ചർ സൈൻ. 2, നോക്കിക്കേ, ലോകവ്യാപകമായി പാപവും നിരീശ്വരത്വവും അസന്മാർഗികതയും എല്ലാ കുറവുകളും ലോകം മുഴുവൻ കുമിഞ്ഞു കൂടുന്നു. എങ്കിലും സ്വർഗത്തിൽ പോകുവാൻ ദൈവം നിശ്ചയിച്ച് പേരെഴുതിയവർക്കെല്ലാം ഒരു ദാഹം. ആ ദാഹമാണ് ഈ ചർച്ചും ഈ ദിവസങ്ങളിൽ നടത്തുന്ന ഈ പ്രാർത്ഥന. അത് ദാഹമുള്ളവരെല്ലാം സംബന്ധിക്കും. ദാഹം എന്ന് പറയുന്നത് എന്തുവാ? ദാഹം ആരോഗ്യത്തിന്റെ ലക്ഷണമാ, അമിത ദാഹം അനാരോഗ്യത്തിന്റെ ലക്ഷണമാ. അറിയാമല്ലോ. ഒരു ദാഹവും ഇല്ലെങ്കിൽ ആ പുള്ളിക്ക് എന്തോ കുഴപ്പമുണ്ട്. കാരണം വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഫ്ലൂയിഡ് ലോസ് ആയി കഴിയുമ്പോൾ റീഫിൽ ചെയ്യാനായി ദാഹം. ദാഹം ഇല്ലെങ്കിലോ ശ്രദ്ധ കുഴപ്പമുണ്ട്. അമിത ദാഹം ഒത്തിരി ഫ്ലൂയിഡ് പോയതാ. അപ്പം സാധാരണഗതിയിലുള്ള ദാഹം നിങ്ങളെ ഈ എല്ലാ ദിവസങ്ങളിലും പ്രൈസ് ലോർഡ്. ഞാൻ ജെൻസ് തോമസ് ബ്രദറിൽ നിന്നൊക്കെ ഞാൻ ഫോട്ടോയിൽ കാണുന്നേ ഉള്ളൂ. എല്ലാ ദിവസവും മാത്യു ജോർജ് ഞാൻ കാണുന്നവരുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എല്ലാ ദിവസങ്ങളും ഇരിക്കുന്ന എന്താ? ദാഹം. ലോകവ്യാപകമാണ്. ഒരു ഭാഗത്ത് കുമിഞ്ഞു കൂടുന്നുണ്ട് പാപം, നമുക്കതറിയാം. പക്ഷെങ്കിൽ മറുഭാഗത്തെ സ്വർഗം പേരെഴുതിയവർക്കെല്ലാം ഒരു ദാഹം ഉണ്ടാവും ഇതിലേക്ക് കൂടുതൽ വരാൻ. അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും വേൾഡ് വൈഡ് ഓർത്തോണം. വേൾഡ് വൈഡ് ഒരു ദാഹം.
മൂന്നാമത്തെ കാര്യം വളരെ ശ്രദ്ധിച്ചോ, 1950 ശേഷമാണ് വചനാനുസരണമുള്ള ക്രൈസ്തവ സഭകൾ ഇത്രയും ലോകത്തിൽ ഫ്ലറിഷ് ആയത്. 1950 മുൻപ് സഭകളുണ്ട്, നാമധേയ സഭകൾ, നമ്മൾ എസ്റ്റാബ്ലിഷ് ചർച്ചുകളുണ്ട്, പെന്തക്കോസ്റ്റൽ ചർച്ചുകളും ഉണ്ട്. പക്ഷെങ്കിൽ 1950 ശേഷം വേൾഡ് വൈഡ് ആണ്. കൊറിയയിലെ ആരാധനയൊക്കെ ദൈവമക്കൾ കാണുന്നില്ലേ? 1950 ശേഷം ലോകവ്യാപകമായി അടിസ്ഥാന ഉപദേശത്തിന് ഊന്നൽ കൊടുക്കുന്ന സഭകളില്ലാത്ത ഒരു രാജ്യമില്ല. എല്ലാ രാജ്യവും ഏത് കഠിന പീഡയുണ്ടെന്ന് പറയുന്ന രാജ്യത്തിലും വചനാനുസരണമുള്ള രഹസ്യ സഭയുണ്ട്. അത് തടയാണെന്ന് ലോകത്തിന്റെ ശക്തിക്കോ സാത്താനോ സാധിക്കത്തില്ല. മൂന്നാമത്തെ കാര്യമാണ്. 4 പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഈ 1-ാം നൂറ്റാണ്ടിൽ ഒരു വാക്യമുണ്ട്, ദിവസേന ദൈവാലയത്തിൽ കൂടി വന്നു. ഇന്ന് നിങ്ങൾ നോക്കിക്കേ, ഈ പാൻഡമിക് വന്നു കഴിഞ്ഞപ്പോൾ ആത്മീയൻ എന്നും മീറ്റിംഗാ, അനാത്മീയൻ വീടിനിരിക്കും. വ്യത്യാസം കാണിക്കാം. ആത്മീയന്റെ വീട്ടിലും ടി വി ഉണ്ട്, അനാത്മീയന്റെ വീട്ടിലും ടി വി ഉണ്ട്. ആത്മീയന്റെ കയ്യിലും മൊബൈലുണ്ട്, അനാത്മീയന്റെ കയ്യിലും മൊബൈലുണ്ട്. ആത്മീയൻ അത് വെച്ചുകൊണ്ട് എന്നും മീറ്റിങ്ങുകളും യോഗങ്ങളും, അനാത്മീയൻ ഇതേ ഡിവൈസിൽ കൂടി സകല ഗുലാബിലും കാണുന്നു. വ്യത്യാസം കണ്ടോ? നമ്മൾ നോട്ട് ചെയ്യണം. ആത്മീയൻ ഈ 2 വർഷം കൊണ്ട് നമുക്കിത് ഗുണമായി. ഞാൻ വിചാരിക്കുന്നത് എന്റെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച് ഈ 2 വർഷമാണ്. സത്യം പറയാ, ഇത്രയും പ്രസംഗിച്ച ഒരു സമയം ഉണ്ടായിട്ടൊന്നും തോന്നില്ല. കഴിഞ്ഞ ബുധനാഴ്ചക്ക് 4 മീറ്റിംഗാ, കഴിഞ്ഞ ചൊവ്വാഴ്ച ഇതുകൂടെ ചേർത്ത് 4 മീറ്റിംഗ്. ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ടുണ്ടായ ഒരു ബെനിഫിറ്റ് ഉണ്ടോ? കാര്യം ലോകം മുഴുവൻ പാൻഡമിക് ഷട്ട് ഡൗൺ ആണ്. അതേസമയത്ത് മറ്റുള്ളവരോ അവരടച്ചുപൂട്ടി അവർ വേറെ സാധനങ്ങൾ കാണുക. അപ്പം ഏറ്റവും അധികം അതാണ് ഏറ്റവും കൂടുതൽ മീറ്റിംഗ് ഫസ്റ്റ് സെഞ്ചുറിയിൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നലെ പറഞ്ഞ് കള കയറിയിട്ടുണ്ട്. ആ കള ശ്രദ്ധിക്കണം. ഇന്നലെ ഒരു കളയുടെ പടം ഞാൻ കണ്ടു, നിങ്ങൾക്ക് വേണേ സജിപ്രകാശ് ഞാൻ അയച്ചു തരാം. ഒരു കൊച്ചൻ ബെർമൂഡ ഇട്ടുണ്ട്, കണ്ടോ? ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞ് ഓൺ ചെയ്ത് 1.5 കോടി രൂപ വരുമെന്ന്. നിങ്ങളും കണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇതൊക്കെയാണ് കള. അതേസമയത്ത് ആത്മീയർ അങ്ങനല്ല, അവർക്കെന്നും മീറ്റിംഗ് ആണ്. 5-ാമത്തെ കാര്യം കേട്ടിക്കൊള്ളണം, ഏറ്റവും പ്രധാനമാണ്. 1950 ശേഷം തിരുവചനം എല്ലാ ഭാഷകളിലും ഡിഫറന്റ് വേർഷനിൽ കിട്ടിയിട്ടുണ്ട്. അതിനു മുമ്പ് അതില്ല. ഈ ലിറ്ററേച്ചർ അല്ലെങ്കിൽ പ്രിന്റിംഗ് ടെക്നോളജി വിപുലീകരിച്ചതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് ദൈവമക്കളെ നമുക്കാ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ഏതാണ്ട് എബോവ് 40 വേർഷൻ ഉണ്ട് ബൈബിൾ. 40-ൽ പരം ഭാഷകളിൽ. നമ്മുടെ മലയാളത്തിൽ തന്നെ 7-ൽ പരം ഭാഷകളിൽ മലയാളമുണ്ട് ബൈബിൾ. എൻ്റെ ഇരിപ്പുണ്ട്. ലോകവ്യാപകമായി പല വേർഷനിലാണ്. ഒരേ ഭാഷയിൽ പല വേർഷനിൽ എങ്ങനെയും ഒരുത്തം ഗുണപ്പെടുത്തുന്ന ഏറ്റവും അടയാളമാണ്. അതോടൊപ്പം തന്നെ 1950 ശേഷം ഇത്രയും തിരുവചനം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും വർദ്ധിച്ചു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെരുകി. അതോട് ചേർന്നൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. 1950 ശേഷം എല്ലാ രാജ്യങ്ങളിലും, ആത്മീയരുടെ കാര്യം ഞാൻ പറയുന്നത്, എല്ലാ സഭകളിലും സ്കോളേഴ്സ്. അപ്പോസ്തോലിക കാലത്തെ ആരുമില്ല. അവർക്കൊരു ഡൗട്ട് ഉണ്ടായി, ജാതികളിൽ ചേർന്നവരെ ചേർക്കാവോ ചേർക്കണ്ടായോ, പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അവർ യെരുശലേം വരെ യാത്ര ചെയ്യേണ്ടി വന്നു അപ്പോസ്തലന്മാരോട് കൺസൾട്ട് ചെയ്യാൻ. എന്ത് ചെയ്യണം? ഇത് ആരുമില്ല കൺസൾട്ട് ചെയ്യാൻ. അപ്പോസ്തലന്മാർ 11 പേരെയുള്ള പൗലോസ് പോലും ഒന്നും വന്നിട്ടില്ല. 11 പേരോട് യോജിക്കണം. ഇന്നും അതേ വിരൽ തുമ്പയിലിരിക്കുന്ന എന്നേക്കാൾ എടുക്കരുത് ഇല്ലേ? ചെറിയ കാര്യമല്ലത്. എന്റെ ഈ പ്രഭാഷണം കേൾക്കുന്നവരിൽ എന്നേക്കാൾ മിടുക്കരിപ്പുണ്ടായി. എന്താ? സ്കോളേഴ്സിനെ കർത്താവ് പെരുക്കി ജ്ഞാനം വർദ്ധിപ്പിച്ചു തരികയാണ്. അപ്പോൾ 7-ാമത്തെ കാര്യം കേട്ടുകൊള്ളുക. ഏതാണ്ട് ഇക്വലന്റ് ടു ഫസ്റ്റ് സെഞ്ചുറി ഇപ്പോൾ പേഴ്സിക്യൂഷൻ ക്രൈസ്തവ ഗോളത്തിന് ഏറ്റവും കൂടുതൽ. ലോകത്തിൽ എത്ര മതങ്ങളുണ്ട്? ഏതെങ്കിലും മതത്തിന് പേഴ്സിക്യൂഷൻ ഉണ്ടോ? ഇല്ല. സാധാരണ ക്രിസ്ത്യാനിക്ക് പേഴ്സിക്യൂഷൻ ഉണ്ടോ? ഇല്ല. വചനത്തിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് ഉണ്ടോ പേഴ്സിക്യൂഷൻ?
1-ാം നൂറ്റാണ്ടിന് ഇക്വലന്റ് ആയിട്ട് വരികയാണ് കാര്യങ്ങൾ. ആ ഫസ്റ്റ് സെഞ്ചുറിയിലെ പേഴ്സിക്യൂഷൻ പോലെ തന്നെ ഇപ്പോൾ സത്യവചനത്തിന് വേണ്ടി നിൽക്കുന്നവർക്കെല്ലാം പേഴ്സിക്യൂഷൻ. അപ്പോൾ 8ാമത്തെ കാര്യം, അതിന് നടുവിലും ദൈവമക്കൾ വീണ്ടും ജനിച്ച ഒരൊറ്റ പുള്ളി പുറകോട്ട് പോയിട്ടില്ല ഈ പേഴ്സിക്യൂഷൻ ഉണ്ടായിട്ട്. ചിന്തിച്ചു നോക്കിക്കേ, ഞാൻ പഴയ മാർഗത്തിൽ പോവുക എന്ന് പറഞ്ഞ ഒരൊറ്റ റെക്കോർഡില്ല. വസ്തു നഷ്ടപ്പെട്ടവരെ, കൊല ചെയ്യപ്പെട്ടവരെ, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാർ, ഭാര്യമാർ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാർ, എല്ലാം ഉണ്ടായി. എത്രയോ പേരെ വെട്ടിക്കൊന്നു, എത്രയോ പേരുടെ ജോലി പോകുന്നു, എന്തെല്ലാം പേഴ്സിക്യൂഷൻ. ഒരൊറ്റ വിശ്വാസിയോ ഒരു സഹോദരിയോ ഒരു സഹോദരിയോ യഥാർത്ഥ വിശ്വാസി എന്നാ ഇത് വേണ്ടെന്ന് പറഞ്ഞ് പിന്മാറിപ്പോയ ചരിത്രം ലോകത്തിലില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെയധികം പീഡനം ഉണ്ടെങ്കിലും ഒരൊറ്റ ആത്മീയ വിശ്വാസി പിന്മാറിപ്പോയിട്ടില്ല. 2200 പാസ്റ്റർമാര് മരിച്ചു, അവരുടെ ഭാര്യമാര് വിധവമാരായിട്ടുണ്ട്, അവരാരും പോയിട്ടില്ല. പീഡ വർദ്ധിച്ചപ്പോൾ തമ്പുരാൻ ബലം തന്നതുകൊണ്ടോ ബ്രേവ്നെസ് കൂടി. വളരെ അടുത്തത് ഈ 1950 ശേഷമാണ് ഈ റാപ്ചറിനെ കുറിച്ച് ഇത്രയും ശക്തമായ അന്ത്യകാല സംഭവങ്ങളെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ. ശ്രദ്ധിച്ചോ, ഇത്രയും ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ ഇങ്ങനെ പ്രസംഗിച്ചിട്ടില്ല വിശദമായിട്ട്. കർത്താവ് വരും എന്നൊക്കെ എല്ലാവരും പറയും, പക്ഷെ ഇതല്ല. A to Z കർത്താവ് വെളിപ്പെടുത്തി തന്നിരിക്കുക മാർമികങ്ങൾ. 9ാമത്തെ കാര്യം. 10ാമത്തെ കാര്യം, ഈ ലോകം ഇത്രയും പാപത്തിലാണെങ്കിലും നിങ്ങളും ഞാനും നമ്മുടെ കഴിവനുസരിച്ച് പോകാൻ തയ്യാറായി നിൽക്കുന്നു. വളരെ മനോഹരമായ ഒരു ലോകത്തിൽ നമ്മൾ താമസിക്കുന്നു. എല്ലാവിധമായ സൗകര്യങ്ങളും എല്ലാവിധമായ കാര്യങ്ങളും, കഴിക്കാൻ ആഹാരം, താമസിക്കാൻ നല്ല 1-ാം തരം വീട്, ധരിക്കാൻ ഇഷ്ടം പോലെ വസ്ത്രം, ഇതെല്ലാം ഇല്ലേ? കർത്താവിന്റെ കാലത്തെ ആണോ? കർത്താവിന്റെ കാലത്ത് കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, എന്നതാ? എന്ത് തിന്നും എന്ത് ഉടുക്കും, ഇല്ലേ? അന്ന് കാര്യം എന്നാന്നറിയാവോ? ഭക്ഷണം വളരെ കുറവാ. അന്ന് ഭക്ഷണം വളരെ കുറവാ. ഒരു വിരുന്നുകാരൻ വന്നാൽ അവിടെ ഒന്നും കൊടുക്കാനല്ല. പിന്നെ സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരണമെന്ന് പറഞ്ഞതിന്റെ കാര്യം വേറൊന്നുമല്ല. അവിടെ ഒന്ന് പിന്നെ ഒരു ഗ്രാമത്തിൽ മൂപ്പന്റെ കയ്യിൽ മിച്ചം വരുന്ന അപ്പം മുഴുവൻ കൊണ്ട് കൊടുക്കും. അദ്ദേഹം അത് നമ്മുടെ ഫ്രിഡ്ജിന് പകരം ഒരു പെട്ടി ഉണ്ടാക്കി അതിനകത്ത് വെച്ച് കച്ചിയിട്ടത് മൾച്ച് ചെയ്തിട്ട് മണ്ണിനടിയില്ല പെട്ടി. ആർക്കെങ്കിലും അത്യാവശ്യക്കാരൻ അതേ എറണാകുളം എടുത്ത് കൊടുക്കും. ഇത് കർത്താവിന്റെ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് 3 അപ്പം വായ്പ തരാൻ. നിങ്ങൾ ആരെങ്കിലും ഇന്ന് 3 അപ്പം വായ്പ ചോദിക്കുവോ? അന്നത്തെ സ്ഥിതി ഏതാ? ഇന്നോ നിങ്ങളുടെ ഫ്രിഡ്ജ് തുറന്നാ പുതുത് വെക്കണമെങ്കിൽ അകത്തിരിക്കുന്ന അങ്ങോട്ടൊന്ന് പ്രസ് ചെയ്തില്ല, അത് ഇങ്ങോട്ട് ചാടി വരികയല്ലേ? അപ്പം പ്രൈസ് ശരിയാണോ? അപ്പൊ കർത്താവ് അന്ന് പറഞ്ഞു, എന്ത് തിന്നും? ഇന്ന് ഏത് തിന്നും, ഇല്ലേ? ഏത് തിന്നും? ഹോട്ടലിൽ ചെന്നാ മെനു കാർഡ് ഇങ്ങോട്ട് തന്നാ ഏതാ എടുക്കേണ്ടത്? കഴിഞ്ഞ ആഴ്ച എന്നെ മക്കളെല്ലാം കൂടെ ഹോട്ടലിലാണ് ഞങ്ങളെല്ലാം കൊണ്ടുപോയത്. ഒരു കാർഡ് കൊണ്ടുതന്ന് ഞാൻ ഉച്ചക്കത്തെ ഇങ്ങനെ ഞാൻ അതിനകത്ത് നോക്കിയപ്പോൾ 28 ഐറ്റം ഉണ്ട്. ഞാൻ നിങ്ങൾ ഇഷ്ടമുള്ളത് എടുക്കുക തരാൻ പറഞ്ഞു, പിള്ളേരോട് പറഞ്ഞു. അപ്പം ഏത് തിന്നും? പിന്നെ അന്നത്തെ കാലത്ത് എന്തുടുക്കും? നമ്മുടെ കർത്താവിന്റെ കാലത്ത് സാധാരണക്കാർക്ക് 1 പെയർ ഡ്രസ്സേ ഉള്ളൂ. ഡ്രസ് മീൻസ് പുറം ഡ്രസ്, ഇന്നർ ഡ്രസ് അല്ല, അകവസ്ത്രമല്ല, പുറം ഡ്രസ്, ഒറ്റ ഡ്രസ്സേ ഉള്ളൂ. സാധാരണക്കാർക്ക്, അല്പം കൂടെ ധനമുള്ളവർക്ക് 2 വസ്ത്രമുള്ളെന്ന്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ 2 വസ്ത്രമുള്ളതെന്ന് കൊടുക്കാൻ. അന്ന് കാരണം ടെക്സ്റ്റൈൽ ഷോപ്പില്ല, റെഡിമെയ്ഡ് ഇല്ല. ഒരു ഡ്രസ്സ് സജിപ്പാസ് അന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ നെയ്ത്തുകാരന് ഓർഡർ കൊടുത്താൽ 3 മാസം കൊണ്ടേ കിട്ടത്തുള്ളൂ. പണവും വേണ്ടേ? അത് അന്ന് അങ്ങനെ. എന്ത് തിന്നും എന്തൊടുക്കും? ഇന്നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എണ്ണം ഉണ്ടോ എത്ര സാരി ഷർട്ടും ഉണ്ടെന്ന്? ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചേ. പാപമൊന്നുമല്ല. എനിക്കറിയാൻ മേല എനിക്ക് എത്ര ഷർട്ട് ഉണ്ടെന്ന്, എന്റെ ഭാര്യയ്ക്ക് എത്ര സാരി ഉണ്ടെന്ന് എനിക്കറിയാൻ മേല, അദ്ദേഹത്തിനും അറിയാൻ മേല. ഞാൻ ചോദിച്ചിട്ടുണ്ട് എണ്ണം വല്ലതും ഉണ്ടോ? ഒരു പിടിയില്ലെന്ന് പറഞ്ഞു. ഇതൊന്ന് നോക്കിക്ക. അപ്പം ഞാൻ പറഞ്ഞതേ, ഇത്രയും ദൈവം തമ്പുരാൻ സമൃദ്ധി തന്നിട്ടും, താമസിക്കുവാൻ ഇത്രയും വെൽ പ്രൊട്ടക്റ്റഡ് വീടുകൾ തന്നിട്ടും, ഇന്നത്തെ ദൈവമക്കളുടെ കാര്യമാ, സഞ്ചരിക്കുവാൻ ഇത്രയും നല്ല വാഹനങ്ങൾ നൽകിയിട്ടും നമ്മൾ ഇതെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നതിന്റെ ലക്ഷണം എന്നാണെന്നറിയാവോ? എടുക്കപ്പെടാനുള്ളവരാ. ദൈവമക്കൾക്ക് കുറച്ചാളോട് ജീവിച്ച് സുഖിക്കണമെന്ന് ആത്മീയ ലക്ഷണമില്ല. യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട ആളിനെ ആ ചിന്തയില്ല. അവൻ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ അവൻ അറിയാം ഇതെല്ലാം താൽക്കാലികമാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം വെറും ടെമ്പററി. ഞാൻ സാധാരണ ഇന്ത്യയിൽ പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഡൽഹിയിൽ നിന്നും തിരുവല്ലയ്ക്ക് കേരള എക്സ്പ്രസ് AC കോച്ചിൽ യാത്ര ചെയ്ത് വരുന്ന ഒരു വ്യക്തി
ഡൽഹിയിൽ നിന്ന് വരിക, AC കോച്ചേ വരിക, 3 ദിവസത്തെ യാത്ര. അതെ, അന്ന് നല്ല ഒന്നാന്തരം തണുത്ത കാലാവസ്ഥ. പിന്നെ റെയിൽവേ നല്ല ഒന്നാന്തരം ബ്ലാങ്കറ്റ് തരും പുതയ്ക്കാൻ. ഒരു തലയണയും 2 ടവലും തരും. നല്ല ബ്ലാങ്കറ്റ്. നമ്മുടെ വീട്ടിൽ പോയില്ല അത്ര നല്ല ബ്ലാങ്കറ്റ്. തിരിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. മറ്റ് ശല്യങ്ങളൊന്നുമില്ല. കാറ്ററിംഗ് കൊണ്ട് ശല്യമില്ല. സുഖമായിട്ട് ഉറങ്ങി വരിക. 2-3 ദിവസം ആയപ്പം തിരുവല്ലയിൽ ഇറങ്ങേണ്ട ഒരു വ്യക്തിയാ. കോട്ടയമായി. പിന്നെ അടുത്ത നിർത്തുന്ന ചങ്ങനാശ്ശേരി ചെറിയ സ്റ്റോപ്പ്, തിരുവല്ലയിൽ അടുത്ത സ്റ്റോപ്പ്. കോട്ടയം കഴിയുമ്പോൾ ഈ വ്യക്തി പറയുമോ, എന്നാ നല്ല AC-യാ, എന്നാ നല്ല പുതപ്പാ, ഞാൻ തിരുവല്ലയിൽ ഇറങ്ങുന്നില്ല, കൊല്ലത്തിന് പോകുന്ന ആരെങ്കിലും പറയുമോ? നിങ്ങൾ പറയൂ. കോട്ടയത്ത് നിന്ന് മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൂഡ് മാറിയില്ലേ? നമ്മൾ നമ്മുടെ പെട്ടിയും കെട്ടുമല്ല എടുത്തോണ്ട് പതുക്കെ കോറിഡോർ ചെയ്ത് ആദ്യം വിളിച്ചാടാൻ. ഇത് തന്നെ, ഇതാണ് ആത്മീയന്റെ അടയാളം. ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന നന്മകൾ പാപരഹിതമായി അനുഭവിക്കുമ്പോൾ തന്നെ, കാഹളം കേൾക്കുമ്പോൾ ഇതെല്ലാം ഇട്ടേച്ച് പോകുവാൻ തയ്യാറായ ഒരു നല്ല വിഭാഗം ഇന്ന് ലോകത്തിലുണ്ട്. സാത്താനെ തൊടാനൊക്കത്തില്ല. രക്ഷിക്കപ്പെട്ടവനാണോ അവൻ ഈ ലോകത്തിന്റെ മയത്വത്തിനകത്തൊന്നും അവൻ വീഴത്തില്ല. പ്രിയമുള്ളവരെ, നമ്മളെ സാത്താൻ ഉറക്കാൻ ശ്രമിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ആത്മീയത്തിൽ ഈ മീറ്റിങ്ങുകൾ നടത്തുന്നത്. ഞാൻ ഈ പ്രീ റാപ്ചർ അടയാളങ്ങൾ നിർത്തട്ടെ. നമുക്ക് അടുത്തതിലേക്ക് കയറാം. സമയവും പോകുന്നല്ലോ, തീർക്കണമല്ലോ. അടുത്തതാണ് റാപ്ചർ. അതിന്റെ ആരംഭത്തിലേക്ക് കയറുകയാണ്. ആരംഭം തന്നെ ഇന്ന് തീരുമെന്ന് തോന്നുന്നില്ല. ലോകത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രധാന സംഭവം തിരുവചന പ്രകാരം ആറ്റമായുധമല്ല, ആറ്റം പ്രയോഗമോ ആറ്റം മോറോ അല്ല. പല പ്രിഡിക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കൊച്ചി വെള്ളത്തിൽ മുങ്ങും, ഡെഫിനറ്റ്. ഞാൻ കൊച്ചി നഗരത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, തെളിവ് സഹിതം. ഒരടിയുടെ 2 അടി കടൽ ലെവൽ മുങ്ങിയാൽ മതി, അതെല്ലാം പോയി. അത്ര ഗൗരവമാ. എന്നാൽ ആദ്യം നടക്കാൻ പോകുന്ന ഇതൊന്നും അല്ല. കർത്താവ് ഒഴിച്ചു മാറ്റും. ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒഴിച്ചുമാറ്റലാണ് റാപ്ചർ. അതിനാണ് നമ്മൾ തയ്യാറാകുന്നത്. അപ്പോൾ ആ റാപ്ചറിന് നമ്മൾ തയ്യാറാകുമ്പോൾ ആദ്യത്തെ കാര്യം പറയുന്നത്, എന്താണ് റാപ്ചറിന് വേണ്ടിയ ക്വാളിഫിക്കേഷൻ? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 10 യോഗ്യതകൾ പറയുന്നുണ്ട്. ആ 10 യോഗ്യതയിൽ 9 ഉണ്ടെങ്കിലും മേലോട്ട് പോവുകയില്ല. നമുക്ക് സാധാരണക്കാർക്ക് ഒരു ധാരണയുണ്ട്, രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു മേലോട്ട് പോകും. നടക്കത്തില്ല. അതുകൊണ്ടൊന്നും സംഗതിയായില്ല. സ്നാനം ആവശ്യമല്ല, അത്യാവശ്യമാണ്. പക്ഷെങ്കിൽ കർത്താവിന്റെ വരവിൽ എടുക്കുക. നമുക്കൊരു ജോലിക്ക് നമ്മുടെ രചന, നമ്മുടെ ബയോഡാറ്റ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ അവർ ശരിക്കും സ്കാൻ ചെയ്യത്തില്ലേ ഒരു ജോലിക്ക്? എങ്കിൽ നിത്യതയിൽ കൊണ്ടുപോകാനായിട്ടാ 10 യോഗ്യത വേദപുസ്തകം പറയുന്നതാണ്. അതില് ഞാൻ അങ്ങ് വേഗം നമുക്ക് നോക്കാം. 1-ാമത്തെ യോഗ്യത നമുക്ക് കാണാപ്പാടമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം എല്ലാ ദൈവമക്കൾക്കും കാണാപ്പാടമാണ്. വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അറിയാമല്ലോ, അതുകൊണ്ട് വായിക്കേണ്ട, നമുക്ക് കാണാപ്പാടമാണ്. പക്ഷെ അതിനെ ലാഘവത്തിൽ കാണരുത്. എന്താണ് കർത്താവ് അത് പറഞ്ഞത്? ആ വീണ്ടും ജനനം നമുക്കൊരു ഒത്തിരി ധാരണകളുണ്ടെന്ന് മാറ്റാനായിട്ട്. എന്താണ് ഈ വീണ്ടും ജനനം? വീണ്ടും ജനിച്ച അപ്പന്റെ മകനാന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പോകത്തില്ല. എന്റെ അപ്പൻ പാസ്റ്ററാന്ന് പറഞ്ഞാൽ മകൻ പോകത്തില്ല. അപ്പൻ ഡോക്ടറാന്ന് പറഞ്ഞ മെഡിക്കൽ സ്കൂൾ കാണാത്ത ഒരാള് ടെലസ്കോപ്പ് ഇട്ടുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുത്താൽ എങ്ങനെ ഇരിക്കും? വീണ്ടും ജനനം എന്ന് പറഞ്ഞ ദൈവം തമ്പുരാൻ ആരോടാ പറഞ്ഞതെന്ന് നമുക്കറിയാം. നീക്കോദിമോസിനോടാ, അറിയാമല്ലോ. എന്നാൽ നീക്കോദിമോസിന്റെ ഒരു കാര്യം ദൈവമക്കൾ സാധാരണ ചിന്തിക്കുന്നില്ല കർത്താവ് പറയാൻ. നീക്കോദിമോസ് എന്ന് പറയുന്നത് യഹൂദന്മാരുടെ പ്രമാണി എന്ന് പറഞ്ഞാൽ അഡ്വൈസറാ. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നീ ഉപദേഷ്ടാവാ. ഈ മഹാപുരോഹിതന്മാർക്ക് ശാസ്ത്രിമാർക്കൊക്കെ പവറുണ്ട്. മഹാപുരോഹിതന്മാർക്ക് പരീശന്മാർക്കും. പക്ഷെങ്കിൽ അവർക്ക് വേദശാസ്ത്രമായ ന്യായപ്രമാണ സംബന്ധമായ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നത് റെഫർ ചെയ്യുന്നത് ഇദ്ദേഹത്തോടാ. ആരോടാ? നീക്കോദിമോസിനോടാ. അപ്പൊ അദ്ദേഹം ഒരു ആദരണീയനായ വ്യക്തിയാ, ഒരു റെസ്പെക്റ്റഡ് പേഴ്സൺ. ആ സമൂഹം അവിടെ യഹൂദന്മാരെ ഉള്ളല്ലോ, അതെയോ യഹൂദന്മാര് മുഴുവൻ റെസ്പെക്ട് ചെയ്യുന്നു. ആ കെയർ ഓഫിൽ റോമൻ ഗവൺമെന്റിനും നീക്കോദിമോസിനോട് റെസ്പെക്ട് ഉണ്ട്. യഹൂദന്മാരുടെ പ്രമാണികളെ എല്ലാം റോമൻ ഗവൺമെന്റിന് റെസ്പെക്ട് ഉണ്ട്. അതുകൊണ്ടാണ് അരിമത്തിയിലെ ജോസഫ് എന്ന് മലയാളത്തിൽ ശ്രേഷ്ഠ മന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് മിനിസ്റ്റർ അല്ല, യഹൂദന്മാരുടെ പരമോന്നത സഭയായ സന്നദ്രി സംഘം എന്ന് പറയുന്ന കൗൺസിലിലെ 70 അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം.
നമ്മുടെ പാർലമെന്റ് അംഗം എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹോൾഡ് ഉണ്ട്, അദ്ദേഹത്തിന് റെസ്പെക്ട് ഉണ്ട്. അതുകൊണ്ടാണ് പീലാത്തോസ് അദ്ദേഹത്തിന് കർത്താവിന്റെ ശരീരം വിട്ടുകൊടുത്തത്. അല്ലെ, വിട്ടുകൊടുക്കാൻ നിയമമില്ല. ഈ നീക്കോദിമോസ് യഹൂദന്മാരാൽ വളരെയധികം ബഹുമാനപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ നീക്കോദിമോസ് കർത്താവിന്റെ മുമ്പിൽ വന്നപ്പോൾ ഈ വീണ്ടും ജനനത്തിന്റെ ഗൗരവം ആരെങ്കിലും വീണ്ടും ജനിക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനായിട്ടാ, അല്ലെ നമ്മുടെ തലമുറകൾ, പുതിയ തലമുറകൾ കേൾക്കാനായിട്ടാ. ഈ നീക്കോദിമോസ് കർത്താവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നീക്കോദിമോസിന് പോലും അറിയാൻ മേലാത്ത ഒരു രഹസ്യം നീക്കോദിമോസിനെ കുറിച്ച് കർത്താവിന് അറിയാം. ബിക്കോസ് ഹി ഈസ് ഗോഡ്. യേശു ദൈവമായതുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന നീക്കോദിമോസിനെ കുറിച്ച് അദ്ദേഹത്തിന് പോലും അറിയാൻ മേലാത്ത ഒരു സ്വർഗീയ മർമ്മം അറിയാം കർത്താവിന്. കാരണം കർത്താവ് ക്രൂശിൽ മരിക്കും. കർത്താവിൽ ക്രൂശിൽ മരിച്ചാൽ ക്രൂശിക്കപ്പെടുന്ന ശരീരം റോമൻ ലോ അനുസരിച്ച് ക്യാപിറ്റൽ പനിഷ്മെന്റ് ആണ്, രാജ്യദ്രോഹ കുറ്റത്തിന് ക്രൂശിക്കപ്പെടുക. ആ ബോഡി ആർക്കും വിട്ടുകൊടുക്കത്തില്ല, അത് ഉടനെ മരിക്കത്തുമില്ല. ആ ബോഡി അവിടെ കിടന്ന് രക്തം വന്ന് ക്ലോട്ടായി ആണിപ്പാടിലൊക്കെ നിൽക്കുമ്പോൾ കഴുകന്മാര് വന്ന് കൊത്തിപ്പറിച്ച് മാംസം മുഴുവൻ ഭക്ഷിക്കും. മാംസം മുഴുവൻ ഭക്ഷിച്ചിട്ട് സ്കെലിറ്റൻ ആയി കഴിയുമ്പോൾ ഇഴുകി താഴെ വീഴും. ഇങ്ങനെയാണ് ഈ ക്രൂശീകരണം. തലയോട്ടി അസ്ഥിപഞ്ജരവും ശേഷിച്ചൊടുവിൽ താഴെ വരിക. എന്നാൽ കർത്താവിന്റെ മരണം എന്ന് പറയുന്നത് സ്വർഗം നിശ്ചയിച്ച പാപപരിഹാര യാഗമാണ്. അതുകൊണ്ട് നേരത്തെ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല. മോർട്ടാലിറ്റി വരാൻ പാടില്ല. 2, അവന്റെ അസ്ഥി ഒരെണ്ണ ഒടിയാൻ പാടില്ല. ഇത് യാഗമാ. 206 അസ്ഥിയുണ്ട് കർത്താവിനും മനുഷ്യ ശരീരം എടുത്തത് കൊണ്ട്. ഒരസ്ഥി ഒടിയാൻ പാടില്ല, ദ്രവത്വം കാണാൻ പാടില്ല. അതിന് ദൈവം തമ്പുരാൻ ചെയ്ത പരിപാടിക്ക് കണ്ടയാളാണ് ആര്? നീക്കോദിമോസ്. അരിമത്യയിലെ ജോസഫുമായി ചെന്നിട്ട് ഈ ബോഡി ഇറക്കുക എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ലാഘവമല്ല. 33.5 വയസ്സ് പ്രായമുള്ള നല്ല ഒരു ചെറുപ്പക്കാരന്റെ ശരീരം ഓർത്തി, 10-60 കിലോ വെയിറ്റ് ഉണ്ട്. 3 ആണികൾ നിൽക്കുകയാണ്. ക്രൂഷ്യൽ തൊടാൻ അനുവാദമില്ല. റോമൻ ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ പനിഷിംഗ് ഇംപ്ലിമെന്റാ. ക്രൂശിന്റെ ആ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പോസ്റ്റ് അവിടെ പെർമനന്റ് ഫിക്സ്ഡാ. കർത്താവ് ക്രൂശ് എടുത്തുകൊണ്ട് പറഞ്ഞ ഈ ചിത്രകാരന്മാര് കാണിക്കുന്ന ക്രൂശല്ല, ക്രോസ് എന്ന് പറഞ്ഞാൽ കുറുകെ ഉള്ളത് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. മറ്റേത് അവിടെ പെർമനന്റാ. ഏതാ ആ പോസ്റ്റ്? അത് പെർമനന്റ് ഫിക്സേഷനാ. ഈ കുറുകെ ഉള്ളതാണ് ഈ കൊണ്ടുപോകുന്നത്. ഇത് റോമൻ ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ പനിഷൻ ഇംപ്ലിമെന്റ്. അതിലൊന്നും ആർക്കും തൊടാനൊക്കത്തില്ല. അതേ സമയത്ത് ഇത് ഇറക്കണം. 3 ആണി നിൽക്കുന്നു. ഒരാണി ഊരിക്കഴിഞ്ഞാൽ ഈ ബോഡി ഇടർന്ന് താഴെ വീണാൽ അസ്ഥി ഒടിയും. അപ്പോൾ 2 പേരും കൂടി ഇത് ഇറക്കണമെങ്കിൽ ഉള്ള ആയാസം സങ്കല്പിച്ച്, അത് തന്നെയല്ല ക്രൂശിൽ നിറക്കി കഴിഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് റോട്ടാവും, ബാക്ടീരിയ കയറും. പറ്റത്തില്ല. അതിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ല. കല്ലറയിൽ വെച്ച് കഴിയുമ്പോൾ അതുവരെ മനുഷ്യ കരങ്ങളില്ല ഈ ശരീരം. കല്ലറയ്ക്കകത്ത് കയറിയപ്പോൾ സംഗതി മാറി, അത് ദൈവികരങ്ങളില്ല. അതിനാണ് 50 കിലോ 100 പൗണ്ടുള്ള ആ ഒരു കോമ്പൗണ്ട് കൊണ്ട് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൊതിഞ്ഞതുപോലെ പൊതിഞ്ഞത്. ഈ വിധത്തിൽ ക്രൂശിൽ നിറക്കി 50 കിലോ പൊതിഞ്ഞ് ആ 10-60 കിലോ വെയിറ്റ് ഉള്ളൊരു മനുഷ്യൻ, രണ്ടും കൂടെ ആയപ്പോ ഒരു 100-120 കിലോ 2 പേര് കൂടി എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ചെറിയ ആയാസമാണോ? ഇത് നീക്കോദിമോസിന് അറിയാൻ മേല, കർത്താവിനറിയാം എന്റെ ശരീരം ചെയ്യാൻ പോകുന്നതിനെ നിൽക്കുന്നതെന്ന്. കർത്താവ് പറഞ്ഞു, ഇതെല്ലാം നീ ചെയ്യും, ഇതെല്ലാം ലോകത്തിൽ റെക്കോർഡാകും, പക്ഷെ നീ സ്വർഗത്തിൽ വരണേ വീണ്ടും ജനിക്കണം. ഇത്രയും ബഹുമാന്യനായ ഒരു വ്യക്തി, ഇത്രയും ലോകത്തിലെ ഏറ്റവും നോബിൾ ജോലി എന്ന് പറഞ്ഞതാണ് രക്ഷകന്റെ ശവ സംസ്കരിച്ചത്. അതിൽ കൂടി ഒരു നോബിൾ ജോലി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും അതിൽക്കുള്ളൊന്നും ഇല്ല, പ്രസിഡന്റും ഇല്ല. കാരണം ലോകരക്ഷകൻ ദൈവം മനുഷ്യനായപ്പോൾ ആ ബോഡി അടക്കിയ ആളാ. അദ്ദേഹത്തോടാണ് കർത്താവ് പറയുന്നത്, ഇതെല്ലാം നീ ചെയ്യും, പക്ഷെ നീ സ്വർഗത്തിൽ വരണമെങ്കിൽ സ്വർഗത്തിലെ നിയമം വീണ്ടും ജനിക്കണം. ഇത്ര യോഗ്യത ഏതെങ്കിലും ഒരു മതനേതാവിനുണ്ടോ? ഒരു സഭാ അധ്യക്ഷനുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാവരും വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുന്നത് പാരമ്പര്യമല്ല, വീണ്ടും ജനനം പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വീണ്ടും റാപ്ചറിലേക്ക് വരുമ്പോൾ ചിന്തിക്കും ഇതിന്റെ കാര്യം ഒന്നുകൂടെ. ഒന്ന്, വീണ്ടും ജനിക്കണം. രണ്ടാമത്തെ യോഗ്യതയാണ് വീണ്ടും ജനിച്ചാൽ
അതിന് സ്വർഗം നൽകുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്, ഒരു സീലുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. വായിക്കാട്ടെ, എഫേസ്യ ലേഖനം 4:30. എഫേസ്യർ 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് വീണ്ടെടുപ്പ് നാളിനായി. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് പ്രിയമുള്ളവരെ 7 പ്രധാന കാര്യങ്ങൾക്കാണ്. നമ്മൾ ഇതെല്ലാം പഠിച്ചു വരുമ്പോൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകാനായിട്ടാ. 7 കാര്യങ്ങൾക്കാണ് പരിശുദ്ധാത്മാവ്. ഒന്നാമത്തെ കാര്യം, വാസ്തവത്തിൽ പറഞ്ഞാൽ എന്നിലും നിങ്ങളിലും എന്നെ കേൾക്കുന്ന നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഫസ്റ്റ് പർപ്പസ് എന്താണെന്നറിയാമോ? ഒന്നാമത്തെ പർപ്പസ്, ഞാൻ നല്ല അലങ്കാര ഭാഷയിൽ പറയാം, സാത്താന് കാണാനാ. ഇതെന്താ നിങ്ങൾ ചോദിച്ചേക്കാം, എന്തിനാ ഈ സാത്താൻ കാണുന്നത്? പറയാം. എഫേസ്യ ലേഖനം 1:12 ഒന്ന് വായിച്ചേ. എഫേസ്യർ 1:12 ഒന്ന് വായിച്ചേ. നിങ്ങൾ നോട്ട് ചെയ്യണമെങ്കിൽ ദയവായി നോട്ട് ചെയ്യുക. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത് ചിലരുടെ ധാരണ വെറും അന്യഭാഷ പറയാൻ മാത്രമാണെന്നല്ല, 7 കാര്യങ്ങൾക്കാ. 1 എഫേസ്യർ 1:12, അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ വായിച്ചേ. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. Purchased possession, sealed for the purchased possession. അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയപ്പോൾ എഫെസോസിലുള്ള ആളുകൾക്ക് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലായി. ഓരോ രാജ്യത്തിലും ഓരോ കൾച്ചറിൽ പറയുമ്പോൾ അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാവും. മേശപ്പുറത്ത് വാഴയില ഇടാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം സായിപ്പിന് അറിയാൻ മേല. അറിയാമോ? ഡൈനിങ് ടേബിളിൽ വാഴയില ഇടാൻ പറഞ്ഞാൽ അവൻ ചോദിക്കും ഫോർ വാട്ട്? ഡൈനിങ് ടേബിളെ കൊണ്ട് പ്ലേറ്റ് അല്ലേ വെക്കേണ്ടത്, അതിന് വാഴയില ഇട്ടാലോ എന്ന് ചോദിച്ചാലോ സായിപ്പിന് അറിയാൻ മേല. മലയാളിക്ക് അറിയാം ഊണല്ല സദ്യയാണ്. ഊണും സദ്യയും രണ്ടാ. ഊണെന്ന് പറഞ്ഞാൽ ഓർഡിനറി ഫുഡാ, സദ്യ എന്ന് പറഞ്ഞാൽ വിശേഷ ഫുഡാ, അല്ലേ? മേശപ്പുറത്ത് ഇല വിരിക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാന്നുള്ള മലയാളിക്ക് അറിയാം, സായിപ്പിന് അറിയാമല്ല. വാട്ട് ഈസ് ദിസ്? ഇതുപോലെ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് എഫെസോസുകാർക്ക് അറിയാം. കാരണം അവിടെ 3 മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. അതിന്റെ പേരാണ് സ്ലേവ് മാർക്കറ്റ്, അടിമച്ചന്ത. വൺസിനെ ക്വാർട്ടർ വർഷത്തിൽ പ്രധാന ചന്ത 4 ചന്തയേ ഉള്ളൂ. മാസച്ചന്തയുണ്ട്, ചെറുതാ. ഇത് വലിയ ചന്തയാ എഫെസോസില്ല, വലിയ മഹാപട്ടണം. എല്ലാവിധമായ ആർഭാടങ്ങളും അനാചാരങ്ങളും എല്ലാവിധമായ മ്ലേച്ഛതകളും നിറഞ്ഞ പട്ടണത്തിലെ മറ്റൊരു ബിസിനസ് ആയിരുന്നു അടിമച്ചന്ത. വിപുലമാ. ഏഷ്യയിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടുന്ന അടിമകളെ അവിടെ കൊണ്ടുവരും, ആഫ്രിക്കയിൽ നിന്നും മറ്റും. അപ്പൊ കേട്ടുകൊള്ളുക പ്രിയമുള്ളവരെ, നമ്മൾ ചരിത്രം പഠിച്ചാൽ കാണാം. അടിമകളെ കൊണ്ടുവന്ന് ലൈനായിട്ട് നിർത്തും. നിർത്തിയിട്ട് കൈ ഇങ്ങനെ അവൻ മുന്നോട്ട് കെട്ടി കുനിഞ്ഞു നിൽക്കണം. ലൈനായിട്ട് നിർത്തും. സ്ത്രീയെ പുരുഷനെ മാറി മാറി നിർത്തും. ഉടമസ്ഥൻ മാറി നിൽക്കും. ഉടമസ്ഥൻ ആ കൂട്ടത്തിൽ നിന്ന് പർച്ചേസർ വിചാരിക്കും അവനും അടിമയാണ്, അതിന് അവൻ മാറി നിൽക്കും. അപ്പൊ അടിമയെ മേടിക്കാൻ ചെല്ലുന്ന ആളിന് അടിമ വേണം. തന്റെ വീട്ടിലെ ജോലിക്കാണോ, തന്റെ കൃഷിപ്പണിക്കാണോ, തന്റെ മൃഗങ്ങളെ നോക്കാനാണോ, എന്തിനാണോ? പുരുഷൻ വേണോ സ്ത്രീ വേണോ? ഒരു പ്ലാൻ ഉണ്ട് അവർക്ക്, ഇന്ന രീതിയിലുള്ള അടിമ വേണോന്ന്. അപ്പൊ ഓരോ അടിമയുടെ അടുത്ത് ചെന്ന് പരിശോധിക്കുക. അടിമയെ നോക്കും, ആരോഗ്യസ്ഥിതി, ശരീരം, പ്രായം, ഇതെല്ലാം നോക്കും. നോക്കിയിട്ട് ഒരു അടിമ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ അടിമയുടെ തോളയിൽ ഇങ്ങനെ 2 തട്ട് തട്ടണം. സംസാരം അവിടെ അനുവദനീയമല്ല. അടിമയുടെ തോളയിൽ ഇങ്ങനെ തട്ടുമ്പോൾ ഉടമസ്ഥൻ മാറി നിൽക്കുകയാണ്. തന്റെ അടിമയുടെ തോളയിൽ ഒരു വയർ വന്ന് തട്ടുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്റെ അടിമയ്ക്ക് ആള് വന്ന്. ഇദ്ദേഹം അടുത്ത് ചെല്ലണം. അടുത്ത് ചെന്ന് കഴിഞ്ഞ് ഇവർ തമ്മിൽ വില പേശുന്നത് സംസാര ഭാഷ പാടില്ല. കാരണം അത് രഹസ്യമാണ്. അടിമയെ അറിയാൻ പാടില്ല എത്ര രൂപയ്ക്കാന്ന്. അതിന് ചെയ്യുന്ന പരിപാടി, ആ വയറുണ്ടല്ലോ മേടിക്കാൻ ചെല്ലുന്ന ആളിന്റെ കയ്യിൽ ഇതുപോലൊരു വെളുത്ത തുണിയോ തൂവാലിയോ കാണും. അത് മേടിക്കാൻ വരുന്ന ആളിന്റെ കൈയുടെ മുകളിൽ ഇങ്ങനെ ഇടും.
ഇങ്ങനെ ഇട്ടിട്ട് ഈ തൂവാലയുടെ അടിയിൽ കൂടെ തന്റെ വിരലുകൾ പിടിച്ച് ഞെക്കും. ഇത് പണ്ട് ബോംബെയിലും ഉണ്ടായിരുന്നു ആ ബിസിനസ്, അതിന്റെ തുടർച്ച ലോകത്തിലെല്ലാം ഉണ്ടായിരുന്നു. 5 വിരളെ ഞെക്കിയാൽ അതിന്റെ അർത്ഥം 500 രൂപ, 4 വിരളെ ഞെക്കിയാൽ അതിന്റെ അർത്ഥം 400 രൂപ. അവിടുത്തെ നാണയം മേടിക്കാൻ വരുന്നയാൾ അത്രയും താല്പര്യമില്ലെങ്കിൽ കുറച്ച് കിട്ടണമെങ്കിൽ ബാർഗെയിൻ ചെയ്യാം. ബാർഗെയിൻ ചെയ്യുന്നതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചെന്നാൽ 25 രൂപ കുറയ്ക്കാനാണെങ്കിൽ ചെറുവിരൽ, 50 രൂപ കുറയ്ക്കാനാണെങ്കിൽ ഈ തള്ളവിരൽ, 75 രൂപയ്ക്കാണെങ്കിൽ പെരുവിരൽ ഞെക്കിയാൽ മനസ്സിലാക്കുക ഇത്ര രൂപ കുറച്ചാ ചോദിക്കുന്നത്. അവർക്ക് ബാർഗെയിൻ ചെയ്തിട്ട് ഒടുവിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മേടിക്കുന്നയാള് സമ്മതിച്ചും 450 രൂപയ്ക്കോ 400 സമ്മതിച്ചെങ്കിൽ മേടിക്കുന്നയാൾ ഈ തൂവാലയുടെ അടിയിൽ കൂടി അദ്ദേഹത്തിന്റെ ബയറുടെ കയ്യിൽ പിടിച്ച് ഷെയ്ക്ക് ചെയ്യുമ്പോൾ 450 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. പിന്നെ തൂവാല മാറ്റി. അടുത്ത നടപടി, അവിടെ ടാക്സി പിരിക്കുന്നയാൾ വെളുത്ത ചായം കൊണ്ടുവച്ചിട്ടുണ്ട്. അതെടുത്ത് മേടിക്കാൻ വന്ന ആളെ അതിൽ മുക്കി മേടിക്കാൻ വരുന്ന ആളിന്റെ ആദ്യത്തെ അക്ഷരം അടിമയുടെ നെറ്റിയിൽ എഴുതണം, ഗ്രീക്ക് വാക്കിൽ യവന ഭാഷയിൽ എഴുതണം. എന്നിട്ട് ചെറിയ തുക അഡ്വാൻസ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തോ പിറ്റേ ദിവസത്തിലോ ബാക്കി രൂപ കൊടുത്ത് ഈ അടിമയെ കൊണ്ടുപോയാൽ മതി. അത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ബയർ വന്ന് നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ നെറ്റിയിൽ വെളുത്ത അക്ഷരത്തിൽ ഒരു അക്ഷരം കണ്ടപ്പോൾ മനസ്സിലായി ഇത് വിറ്റുപോയി, ഇത് കൊടുത്തുപോയി, ഇനി ഇതിനിട്ട് വില പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെ കാണിച്ചുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്കും നിങ്ങൾക്കും വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നത് എന്നെയും നിങ്ങളെയും സ്വന്തം രക്തം കൊണ്ട് വിലയ്ക്ക് മേടിച്ചു എന്ന് സാത്താൻ അറിയാനാ. അഭിഷേകമുള്ള വ്യക്തിയെ പിശാചിനറിയാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള വ്യക്തിയെ പിശാചിനറിയാം. കാരണം അവൻ ദൂതനായിട്ടിരുന്നപ്പോഴും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവനില്ല. അവനുണ്ടായിരുന്നത് ഏഞ്ചലിക് പവറാണ്. ഏഞ്ചലിക് പവറിനേക്കാൾ ഡിഗ്രി കൂടിയതാണ് ഹോളി സ്പിരിറ്റിന്റെ പവർ. അതവൻ അറിയാം. അപ്പോൾ ഒരു വ്യക്തിക്ക് അഭിഷേകമുണ്ടോ എന്നുള്ളത് നമ്മളൊന്നും പറയണ്ട. നമ്മളെ കാണുമ്പോൾ, നമ്മുടെ ബോഡി കാണുമ്പോൾ സാത്താൻ അറിയാം ഇത് സാധനം അറിയാ, സൂക്ഷിച്ച് കളിക്കണം. അതാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്ന കാരണം. അപ്പൊ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് 7 കാര്യങ്ങൾക്കാ. ഒന്നാമത്തെ കാര്യം നമ്മളെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ സിംറ്റമാണ്. രണ്ടാമത്തെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതിന്റെ അടയാളമാണ്. നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്, എല്ലാം വായിക്കേണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും സമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അപ്പോസ്തല പ്രവൃത്തികൾ 1:8. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് ആരാധിച്ച് വെറുതെ ഇരിക്കാനല്ല, ലഭിക്കുന്ന അവസരത്തിൽ കർത്താവിനെ സാക്ഷിക്കണം. നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ജീവിതം കൊണ്ടോ. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഞാൻ പുകവലിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് സാരസ്യത്തിൽ ചോദിച്ച ആസ്മാൻ ഉണ്ടോന്നാ. മനസ്സിലായി? അന്നേരം എനിക്ക് ചാൻസ് കിട്ടി. ഞാൻ പറഞ്ഞു ഞാനൊരു ദൈവ പെന്തിക്കോസുകാരനാണ്. ചാൻസ്, നമുക്ക് അവസരം കർത്താവ് ഉണ്ടാക്കി തരുമ്പോൾ മറക്കണ്ട, നമ്മൾ ദൈവ പൈതലാണെന്ന് പറയുന്നതിന് ഐ ആം നോട്ട് അഷേംഡ് എന്നൊരു തീരുമാനം എടുക്കണം. ലോകത്തിന്റെ മാർക്ക് നമ്മൾ നോക്കണ്ട. നമുക്ക് രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം എന്ന് പറയുന്ന കാര്യം കർത്താവിനെ നമ്മൾ സാക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പാറ്റേൺ കൊണ്ട് സാക്ഷിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ ജീവിതം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സുവിശേഷീകരണം തന്നെയല്ല, പൊതു ലോകത്തിൽ നമ്മൾ കർത്താവിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യണം ഏതെങ്കിലും മാർഗത്തിൽ. ദൈവമക്കളെ, ഏതെങ്കിലും മാർഗത്തിൽ. കാരണം പൊതുലോകം കാണിക്കുന്ന തെറ്റുകളെല്ലാം നമ്മൾ കാണിക്കാതിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ എന്നാ പ്രത്യേകത. നമ്മുടെ വീട്ടിൽ ഒരു രക്ഷിക്കപ്പെടാത്ത ഒരാൾ വരികയാണെങ്കിൽ നമ്മളൊന്നും പറയണ്ട, നമ്മുടെ പ്രത്യേകതയെ നമ്മുടെ വീടും കണ്ടാൽ മനസ്സിലാക്കാം. എന്താ? ഇവൻ രക്ഷിക്കപ്പെട്ടവന്. ഒരു ദൈവ പൈതലിന്റെ വീട്ടിൽ വന്നാൽ ഭിത്തിയിലോട്ടൊക്കെ നോക്കുമ്പോഴത്തെ ചിത്രങ്ങൾ കാണുമ്പോൾ അവന് മനസ്സിലാകും ഗുണം പിടിച്ചവനാണ്. നമ്മളൊരു വീട്ടിൽ ചിലപ്പോൾ കാണാൻ മേലെ എന്തെല്ലാം കോനാമ്പിച്ചികൾ ഭിത്തിയെ കാണും. അപ്പൊ നമുക്കറിയാം ഇത് ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നമ്മളുടെ ലൈഫ് നമ്മൾ കർത്താവിനെ സാക്ഷിക്കാൻ നമ്മുടെ വസ്ത്രധാരണം കൊണ്ട് നമ്മൾ സാക്ഷിക്കാം. യോഗ്യമായ പ്രായത്തിന് തക്ക, അവനവന് തന്നിരിക്കുന്ന പദവിക്ക് തക്ക, അവനവന്റെ പണത്തിന് തക്ക ഈ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ ലോകത്തിന് മനസ്സിലായി ഇവൻ ആള് വ്യത്യാസം ഉണ്ടെന്ന്. നമ്മുടെ വസ്ത്രധാരണം, നമ്മൾ യോഗ്യമായ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ പ്രായക്കാരായ ലോകമക്കൾ ചെയ്യുന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളത് പഠിപ്പിക്കണം. ആ രക്ഷിക്കപ്പെടാത്ത ഡാർലിക് ഉള്ളതുപോലെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങൾക്കത് വേണ്ട മക്കളെ, നമ്മളതല്ല. അവള് പറയുന്നതിനൊക്കെ കൂടുതൽ നമ്മൾ മേടിച്ചു കൊടുക്കാൻ പോകരുത്.
അവള് പറയുക മമ്മി എനിക്ക് ശകലം തിളങ്ങുന്ന പറഞ്ഞാൽ നമ്മള് എന്റെ കുഞ്ഞ് സുന്ദരിയാകട്ടെന്ന് പറഞ്ഞ് കൂടുതൽ തിളങ്ങുമ്പോൾ സാത്താൻ കയറി പിടിച്ചോണ്ട് പോകും. അല്ല, നമ്മൾ കർത്താവിനെ സാക്ഷിക്കണം. ഏത് രാജ്യത്തും എവിടെയും സാക്ഷിക്കാം. അതിനകത്ത് നമുക്കൊരു ലജ്ജ വരാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിൽ വെറും തരംതാണവരായിട്ട് പോകാനല്ല. നിങ്ങളെല്ലാവരും ദൈവമക്കളാ. പക്ഷെ ഞാൻ പറഞ്ഞ എന്റെ ചുമതല ഞാൻ പറയുകയാണ്, നമ്മൾ ഏതെങ്കിലും വിധത്തിൽ കർത്താവിനെ സാക്ഷിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. ഒന്ന്, കർത്താവ് തന്നിരിക്കുന്ന അഡ്വാൻസ് ആണ്. രണ്ട്, സാക്ഷിക്കാൻ. മൂന്ന്, പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് അറിയോ? ഫോർ ബെറ്റർ ഗൈഡൻസ്. റോമർ 8:14 ദൈവാത്മാവ് നടത്തപ്പെടുന്നവർ ഏവരും ദൈവമക്കളാകുന്നു. നമുക്കൊരു ഗൈഡിങ്ങിനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ആത്മീയ കാര്യങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്കും നമ്മുടെ കുടുംബ കാര്യങ്ങൾക്കും നമ്മുടെ ജോലി കാര്യങ്ങൾക്കും എല്ലാം പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് വേണം. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ച് ഗൈഡൻസിലേ ചെയ്യാവുള്ളൂ. ഒരാളുമായിട്ട് ബന്ധം ചെയ്യുമ്പം വളരെ ഒരു വീട് മേടിക്കണോ, ഒരു വാഹനം മേടിക്കണോ, ഞാൻ അല്പം കൂടെ വളരെ ഡീപ്പായിട്ട് പറയുക, ഒരു ഷർട്ട് മേടിക്കണോ, പ്രാർത്ഥിച്ചിട്ടേ മേടിക്കാവുള്ളൂ. മേടിച്ചാൽ അത് ചൊവ്വുള്ളതായിരിക്കും, അല്ലെങ്കിൽ അത് ചൊവ്വ് കെട്ടതായിരിക്കും. നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്. നമുക്ക് ആലോചന തരാൻ ഹോളി സ്പിരിറ്റ് ഈസ് റെഡി 24 hours. പക്ഷെ വി ആർ നോട്ട് റെഡി ടു ഹിയർ. ആ പ്രശ്നം. നമ്മുടെ സകല കാര്യങ്ങൾക്കും പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന തരും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം വളരെ പ്രാർത്ഥിച്ചേ ചെയ്യാവുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, നമ്മളൊരു വീട് മേടിക്കുന്നില്ല. കാരണം അകത്ത് അഡ്വൈസർ ഇരിപ്പുണ്ട്. കാരണം നമ്മളെ നടത്തുന്നത് ദൈവമാ. ദൈവമക്കളെ, എനിക്ക് അറിവുണ്ടെന്നോ പണമുണ്ടെന്നോ ഡിഗ്രി ഉണ്ടെന്നോ പറഞ്ഞാൽ അതുകൊണ്ടായില്ല. നമ്മൾ കർത്താവിനോട് ആലോചന ചോദിക്കണം. ഏത് കാര്യങ്ങൾക്കും നമ്മൾ കർത്താവിനോട് ആലോചന ചോദിക്കണം. പ്ലീസ്. അതാണ് നമ്മൾ ദൈവദാസന്മാരുടെ ഉപദേശം ചോദിക്കുന്നില്ല. അവർ ഉദ്ദേശം പറഞ്ഞു തരും. എന്നെ ഇന്നലെ ഒരു ദൈവദാസൻ വിളിച്ചു, എന്റെ ഒരു വിശ്വാസി വിളിച്ചു, കേരളത്തിൽ നിന്നും. ഒരു വലിയ വാഗ്ദാനം കൊടുത്തിരിക്കുക അദ്ദേഹത്തിന്. കേരളത്തിലല്ല, അദ്ദേഹം കേരളത്തിന് പുറത്താ. അദ്ദേഹം ഒരു വലിയ എന്റെ ഒരു ആത്മീയ മകനാ. അദ്ദേഹം കേരളത്തിന്, ഇന്ത്യക്ക് പുറത്തൊരു നല്ല സ്ഥാനത്ത് നല്ല നിലയിൽ ജോലി ചെയ്യുക, വളരെ നല്ല നിലയിൽ. നിങ്ങളുടെ രാജ്യത്ത് ആണ് ഹൈ ഡിഗ്രി എടുത്ത ആളാ. അപ്പൊ ഓർത്തു, അദ്ദേഹം ഹൈ ഡിഗ്രി ചെയ്യുന്ന ആളാ. MRCP എടുത്ത ആളാ, ഡോക്ടറാ. പുള്ളിയെ ഒരു പ്രത്യേക കൂട്ടർ വിളിച്ചിരിക്കുക, ഒരു മീഡിയയുടെ ഡയറക്ടറായിട്ട് എടുത്തോളാം. സംഗതി കേട്ടപ്പോ അന്നേരം എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോനെ നമുക്കത് വേണ്ട, നമുക്ക് സ്വർഗത്തിലെ മീഡിയയുടെ ഡയറക്ടർഷിപ്പ് ഉണ്ട്, അത് മതി. എന്താ? ആലോചന കേട്ടുമ്പോ ചാടി വീഴരുത്. ആലോചന കേൾക്കുമ്പോൾ ദൈവദാസന്മാർ നിങ്ങളെ നടത്തുന്നവരോട് ചോദിക്കണം. ഞാൻ ആ കൊച്ചന്റെ ഫാദർ എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി. ഇതിന്റെ പരമ്പരായികളെ എന്താ, അത് നിങ്ങളെ ഗുണം പിടിപ്പിക്കാനാന്ന് ഓർക്കണ്ട. നമ്മളെ ചോർത്താൻ സാത്താൻ കൊടുത്ത ഒരു മാർഗമാ എന്ന് പറഞ്ഞു. അയ്യോ എന്റെ സാറേ, ഞങ്ങൾ ആ വിധത്തിൽ ചിന്തിച്ചില്ല. ഉടനെ ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് അത് വേണ്ട. എനിക്ക് അസൂയ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇതിന് ദോഷമിതാ. ദൈവമക്കൾ, എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? നിങ്ങളെ നടത്തുന്ന ദൈവദാസനോട് ചോദ്യരെ, അദ്ദേഹം പരിശുദ്ധാത്മാവിൽ പറഞ്ഞു തരും. ചെയ്യരുത്. ദൈവാത്മാവ് നടത്തപ്പെടുന്ന ഏവരും ദൈവമക്കളാണ്. നാലാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് ടു മെയിൻറ്റെയിൻ എ സക്സസ്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്. പരാജയപ്പെടാനല്ല. ഫിലിപ്പിയർ 4:13 നമുക്ക് ബൈ ഹാർട്ടല്ലേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിലും മതി. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻസ് മീ. ഒരിക്കലും ഈ ലോകത്തിലെ ജീവിതത്തിൽ മിടുക്കന്മാരാകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ജയകരമായ ജീവിതം നമ്മൾ നയിക്കണം. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ മേലെ, ജയിക്കുന്നവന് ഞാൻ നൽകും, പരീക്ഷ എഴുതിയവനെന്നല്ല. ജയിക്കുന്നവന് ഞാൻ മറന്നിരിക്കുന്ന മന്ന നൽകും. ജയിക്കുന്നവന് ഞാൻ എൻ്റെ ആലയത്തിൽ തൂണാക്കും. ജയിക്കുന്നവനെ രണ്ടാം മരണത്തിൽ ദോഷം വരത്തില്ല. നമ്മൾ ജയിക്കാനുള്ളവരാ. അതെ, നമ്മുടെ ജോലിയിലും നമ്മൾ ജയിക്കും, നമ്മുടെ കരിയറിലും നമ്മൾ ജയിക്കും. അതിന്റെ ഉദാഹരണമാണ് ദാനിയേൽ. അറിയാമല്ലോ, ഒരു പ്രവാസിയായിട്ട് എന്നൊരു ചീഫ് ഗവർണറായി. ദൈവമക്കളെ കുറിച്ച് സ്വർഗം ആഗ്രഹിക്കുന്നത് ജയകരമായ ഒരു ജീവിതമാണ്. അത് ക്രിസ്തീയ ജീവിതവും ഉണ്ട്. അപ്പോൾ തന്നെ സ്വർഗം നമ്മളെ ആക്കിയിരിക്കുന്ന ഭൗതിക സ്ഥാനത്തെ പ്രാർത്ഥിച്ച് ഞാൻ ധൈര്യത്തോടെ പറയാം, നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ കൊലിജസിനില്ലാത്ത ജ്ഞാനവും കൃപയും കർത്താവ് തരും. നിങ്ങളുടെ കൊലിജസിനില്ലാത്ത ജ്ഞാനവും കൃപയും ചാതുര്യവും കർത്താവ് തരും. നിങ്ങളെക്കാൾ
ഡിഗ്രി കൂടുതലോ അറിവുള്ളവരോ ആയിരിക്കാം പ്രിയമുള്ളവരെ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നത്. പക്ഷെങ്കിൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അവരെക്കാൾ ബെറ്റർ ആയിരിക്കും നിങ്ങൾ. കാരണം നിങ്ങളല്ല ജോലി ചെയ്യുന്നത്, നിങ്ങളിൽ വ്യാപരിക്കുന്ന കർത്താവിന്റെ ശക്തിയാണ്. എന്നെ കേൾക്കുന്ന ഒരു നേഴ്സ് സഹോദരി ആണെങ്കിൽ കൂടെ നേഴ്സ് സഹപ്രവർത്തിയായ മറ്റൊരു രക്ഷിക്കപ്പെടാത്ത നേഴ്സ് സഹോദരിയേക്കാൾ ഈ സഹോദരി കൂടുതൽ ജോലി ഇല്ല. സൈക്കോളജിക്കലും ശാസ്ത്രത്തിലും പറയാം, പേഷ്യന്റിന് കംഫർട്ടായിരിക്കും ഈ വ്യക്തിയുടെ പരിചരണം. കാരണം പരിശുദ്ധാത്മാവാ പ്രവർത്തിക്കുന്നത്. ഞാന് ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഒരു കോവിഡ് ടെസ്റ്റിന് എനിക്ക് പോകേണ്ടി വന്നു. ഞാൻ കോവിഡ് ടെസ്റ്റിന് പോയപ്പോൾ ആദ്യത്തെ ദിവസം പോയി കോവിഡ് ടെസ്റ്റ് എടുത്തു. അന്ന് ഒരു 48-50 വയസ്സ് പ്രായമുള്ള ഈ നാട്ടുകാരത്തിയായ ഒരു ലേഡിയാണ് അത് എടുത്തൊരു ശനിയാഴ്ചയാണ്. അവരൊരു കമ്പ് കൊണ്ടുവന്ന് എന്റെ മൂക്കിലോട്ടൊരു കുത്തിയിട്ടുണ്ടല്ലോ. 14 ലോകം ഒന്നിച്ച് ഞാൻ കണ്ടു. അവരെ പിന്നെ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടി. ഒറ്റ കുത്ത ഒരു താങ്ങി തന്നത്. അവരുടെ നിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമുക്കിട്ട് താങ്ങുമെന്ന്. വേദനയെല്ലാം പോയി കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ ഉടനെ ഞാൻ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കണമല്ലോ. ഓരോ കാര്യങ്ങളും അന്വേഷിച്ചപ്പം ഇവരെ കുറിച്ച് ചോദിച്ചപ്പോൾ അവര് തന്നെ പറഞ്ഞു, അവർ 2 കാര്യം പറഞ്ഞു. ഞാൻ ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. 2 ഡിവോഴ്സ് കഴിഞ്ഞതാ. അപ്പോഴെനിക്ക് മനസ്സിലായി ഇവരുടെ ഉള്ളന്നതാണ്. നമുക്കിട്ട് ഒരൊറ്റ താങ്ങിയത്. സെക്കൻഡ് ടെസ്റ്റിന് ചെന്നും അതേ ഹോസ്പിറ്റലിൽ വേറൊരു പെങ്കൊച്ചായിരുന്നു. അവള് ഫിലിപ്പീനിയോ പെണ്ണാ. അവള് വന്ന് ഇരിക്കാൻ പറഞ്ഞിരുന്നു. ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുക. അന്നേരം അവള് പറഞ്ഞു, സാർ യു ക്യാൻ ഗോ. ഞാൻ ടെസ്റ്റ് ഇല്ല, ഫിനിഷ്ഡ്. നടന്ന സംഭവ. അവ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ അവളോട് ചോദിച്ചപ്പോ അവൾ ആരാന്നറിയാവോ? അവള് ദൈവവൈതല. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഐ ആം എ പാസ്റ്റർ എന്ന് പറഞ്ഞു അതിനോട്. ഉടനെ പറയുമോ പ്രൈസ് ദി ലോർഡ്, ഐ ആം ഓൾസോ എ ബിലീവർ. നോക്കിക്കേ, വ്യത്യാസം കണ്ടോ? മറ്റവളൊരു താങ്ങി തന്നത്. ഈ കൊച്ചി ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറയാ ഫിനിഷ്, യു ക്യാൻ ഗോ. ഞാൻ അറിയുന്നില്ല. നമ്മൾ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു ഉദാഹരണം, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ക്ലാരിറ്റി ഉണ്ടാകും. ഞാൻ അനുഭവസ്ഥനാവുകൊണ്ടാണ് പറയുന്നത്. നമ്മളുടെ ജോലിയിൽ ഏറ്റവും നല്ല കരിയറായിട്ട് ചെയ്യാൻ സാധിക്കും. കാരണം പരിശുദ്ധാത്മാവാ നടത്തുന്നത്. എന്നിൽ അഭിഷേകമുണ്ടെങ്കിൽ എൻ്റെ ജോലി തെറ്റത്തില്ല. ദൈവമക്കളെ, നിങ്ങളിൽ അഭിഷേകമുണ്ടെങ്കിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാം, നിങ്ങളിൽ അഭിഷേകമുണ്ടോ? ഒരിക്കലും നിങ്ങൾ മാർക്ക് കുറയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിപ്പിക്കുന്നതിനാ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിൽ മതി. 1 മണിക്കൂർ പ്രസംഗിച്ചാൽ കൊള്ളാന്ന് എനിക്കുണ്ട്. പക്ഷെ ഞാൻ നിർത്തുകയാണ് ഈ കാര്യം. നമ്മൾ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നുള്ള തന്നെയാ ദൈവത്തിന്റെ പ്ലാൻ. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ യെരൂശലേം വിട്ട് പോകണ്ട, ശക്തി കിട്ടിയിട്ട് പോയാൽ മതി. നമ്മൾ സഭയിൽ ആരാധനയ്ക്ക് നാളെ ആരാധനയുള്ള ദിവസമല്ലേ? ശക്തിപ്പെട്ടൊന്ന് ആരാധിച്ച ദൈവമക്കളെ, അടുത്ത ഒരാഴ്ച നിങ്ങൾക്ക് മനസ്സിലാകും കരിയറിനകത്ത്. ഒന്ന് ട്രയൽ എടുത്ത ദൈവമക്കൾ, ഒരാഴ്ച കൊണ്ട് ഈ ക്ലാസ് ഉണ്ടല്ലോ. നാളത്തെ ആരാധനയിൽ സകലം വിട്ട് മറന്ന് ഒന്ന് ആത്മാവിലൊന്ന് ആരാധിച്ചൊന്ന് ബലപ്പെടണം. എന്നിട്ട് ഒരാഴ്ച ജോലി ചെയ്യുന്ന പ്രിയമുള്ള ദയവായി കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ശനിയാഴ്ച ഒന്ന് പറയണേ എന്നോട് എങ്ങനെ ഉണ്ടായിരുന്നു. കാരണം നമ്മളിൽ കൂടുതൽ ചാർജ് ചെയ്യും. മൊബൈലിന്റെ ചാർജ് കയറുമ്പോൾ എഴുതി കാണിക്കത്തില്ല 80%, 60%. അപ്പൊ 20% ആകുമ്പോൾ നമുക്കറിയാം സംഗതി പോയെന്ന്. ആരാധനയ്ക്ക് 100% ചാർജ് കിട്ടി നോക്കിക്കേ, ശനിയാഴ്ച വരെ അത് നല്ല ഗില്ലെന്ന് നിൽക്കും. ആരാധനയെ പോയി ഉറങ്ങിച്ചു പോയി തിങ്കളാഴ്ച 30% ഉള്ളൂ. ജോലി പ്രശ്നം, യാത്രയെ പ്രശ്നം. ഇത് ഏറ്റവും ജോലിയിൽ ടൈറ്റ്നസ് വരും, പ്രശ്നങ്ങൾ വരും. ഒറ്റ പരിഹാരം ഞാൻ പറയാം, ആത്മാവിൽ ആരാധിച്ചാൽ മതി. പരിശുദ്ധാത്മാവിന്റെ പവർ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. കൂടുതൽ സ്വർഗത്തിൽ നിന്നും യു ഷുഡ് ട്രാൻസ്ഫർ. ആ പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നവർക്ക് എത്ര അധികം നൽകുമെന്ന. 1.5 മണിക്കൂർ ഈ ക്ലാസ് ഞാൻ എടുക്കുന്നത് പ്രിയമുള്ളവർ ഒരു മുഴുപ്പം പറയുകയല്ല, മിനിമം 2 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടേ ഞാൻ എടുക്കത്തുള്ളൂ. അത് ഇന്ന് മാത്രം എനിക്ക് അത്ര സാധിച്ചില്ല. കാരണം എൻ്റെ കസിന്റെ ബ്രദറിന്റെ ഫ്യൂണറൽ സംബന്ധിക്കാനുണ്ടായിരുന്നു. ഞാൻ വേദനയോടെ ഇരുന്നത്. എങ്കിലും അതിനോട് ചേർത്ത് ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വരുന്നത്. കാരണം ഓടിക്കേറി പ്രസംഗിക്കുന്ന പരിപാടിയില്ല, അങ്ങനെ പോകത്തുമില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പൊങ്ങച്ചത്തിനല്ല പറയുന്നത്, ഒരു ഫോർമാറ്റ് പറയുക. 1.5 മണിക്കൂർ ക്ലാസ് എടുക്കണോ ഒരിടത്ത്, ഞാൻ മിനിമം 1.5 മണിക്കൂർ മുട്ടയിലിരിക്കും. അത് കസേര കാലിൽ നീട്ടിയിരിക്കുന്ന പരിപാടിയില്ല. ഞാൻ താഴെ കാർപ്പറ്റ് വരുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നിട്ട് എനിക്കറിയാം എനിക്ക് ചാർജ് കിട്ടും. കാരണം അല്ല, ഈ പ്രായമുള്ള എനിക്ക് ഈ മാർമിക വിഷയങ്ങളൊന്നും പറയാനൊക്കത്തില്ല. അതിനുള്ള ആരോഗ്യം കിട്ടത്തില്ല. ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് നിങ്ങളെ കാണിക്കുന്നറിയാവോ? ബലപ്പെടാനാ. ഇന്നലെ എൻ്റെ ഫാസ്റ്റിംഗ് ഡേയാ. രാവിലെ 7 മണിക്ക് 1 കപ്പ് ചായ കുടിച്ചതാ. 1:30 വരെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിന്നത്. എന്താ? ആരോഗ്യമല്ല,
കൃപയാ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വേണം നമ്മൾ നിൽക്കാൻ. ജയകരമായ ജീവിതം നയിക്കാൻ നമുക്ക് പരിശുദ്ധാത്മ ആവശ്യമാണ്. 5-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് വളരെ പ്രധാനമായിട്ടാണ്. ബാക്കി അറിയാവുകൊണ്ട് ഞാൻ പറയുക, സാത്താനെ റെസിസ്റ്റ് ചെയ്യാനാ. യാക്കോബിന്റെ ലേഖനം 4:6 പറഞ്ഞ പിശാചിനെ കണ്ട് ഓടിപ്പൊക്കോളാനല്ല. എന്തുവാ പറഞ്ഞിരിക്കുന്നത്? പിശാചിനോട് ഒന്ന് വായിച്ചു സിസ്റ്ററെ, യാക്കോബ് 4:6. എന്നാൽ അവൻ അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായോ? റെസിസ്റ്റ് ഡെവിൾ, if so he will flee away. പിശാചിനോട് എതിർത്ത് നിൽക്കണം. നമ്മളിൽ ദൈവമക്കളിലും ബന്ധുക്കോസ്തായാലും പലരും സാത്താനെന്ന് പറയുമ്പോഴേ പേടിയാ. ചിലർ പറയും അവനോട് ഈ കളിക്കാനൊന്നും പോണ്ട, അങ്ങ് ഒതുങ്ങിപ്പോകാൻ. അല്ല, നമുക്ക് വെച്ചിരിക്കുന്ന സിസ്റ്റം റെസിസ്റ്റ് ഡെവിൾ. അത് പറയുമ്പോ എന്റെ സമയം തീരും. സാത്താൻ ആരാ? നമ്മളാരാ? നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് അലറുന്ന സിംഹമല്ല, സിംഹം എന്ന പോലെ അവൻ. നമ്മളോ? നമ്മളെ യഹൂദാ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ കാന്തയാ. വ്യത്യാസം മനസ്സിലായോ? അവൻ സിംഹം എന്ന പോലെ ഫെയ്ക്കാ. ഞാൻ ഒരൊറ്റ ഉദാഹരണം ഞങ്ങൾ നിർത്തിയേക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ താമസിക്കുന്നത് കോട്ടയം ടൗണിനടുത്താ. കുറച്ച് വർഷങ്ങൾ മുമ്പ് നടന്നപ്പോ ഞാനൊരു എഴുത്തുകാരനും കൂടെ ആയതുകൊണ്ട് ഈ നോവലൊക്കെ എഴുതുന്ന ആളായതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നിരീക്ഷിക്കും. ആരെ കണ്ടാലും അവരുടെ വേഷം, സംസാരം, എന്ത് നോവൽ കയറ്റാനായിട്ട് അതെന്റെ ഒരു ക്യാരക്ടറാണ്. കർത്താവിന്റെ കൃപ 11 പുസ്തകം എഴുതി, അതിൽ 5 പെന്തക്കോസ്റ്റൽ നോവൽസാ. അപ്പൊ ഞാനിങ്ങനെ കോട്ടയത്തെ KK റോഡിൽ ഒരു ജുവലറി ഉണ്ട്, അതിന്റെ പേര് ജോസ്കോ ജുവലറി എന്ന. കോട്ടയം വഴി പോയാൽ നിങ്ങൾക്ക് കാണാം, ഇന്നും അവിടെ ഉണ്ട്. ഞാൻ അതിലേക്കൂടെ പോകുമ്പോൾ, രാത്രി പോകുമ്പോൾ ഒരു വാച്ചർ അവിടെ രാത്രി നിൽപ്പുണ്ട്. അന്ന്, ഇപ്പോഴൊന്നുമില്ല, ഇപ്പൊ കാലം മാറിപ്പോ ഇപ്പൊ അവര് CC ക്യാമറ ഒക്കെ വെച്ചു. അന്ന് ഒരു വാച്ച്മാനെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു രാത്രിയിൽ. എന്റെ ജീവിതത്തിൽ ഇത്രേ പേഴ്സണാലിറ്റി ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പോലും ഇത്ര പേഴ്സണാലിറ്റി ഇല്ല. നല്ല തങ്ക നിറം, തലമുടിയാണെങ്കിൽ ഇങ്ങനെ കച്ചിത്തുമ്പ് പോലെ ഇങ്ങനെ കിടക്കുക. അവന്റെ തലമുടി ഒരു 4 കെട്ട് കച്ചി വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ നല്ല കറുത്ത തലമുടി ഇങ്ങനെ കിടക്കുക. മീശ കണ്ടാൽ ആരും വിരളും. കാരണം ഒരു കൊച്ചു വള്ളം എടുത്ത് മൂക്ക വെച്ച് എങ്ങനെ ഇരിക്കും, അത്ര ഒരു ഗംഭീരമായ കൊമ്പം മീശയാ. ഇതും വെച്ചാണ് അവൻ യൂണിഫോം ഈ ഇരിപ്പിരിക്കുക. എനിക്ക് ഇവനെ കാണുന്ന വലിയ ഇഷ്ടമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അതിലേ പോകുമ്പം ഇവനെ നോക്കും. അപ്പൊ അന്ന് അവിടുത്തെ ചീഫ് അക്കൗണ്ടന്റ് എന്റെ വീടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റിലെ അയൽവക്കക്കാരനാ. ഇന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തൊരു പരിക്ക് പറ്റിയിരിക്കുക. ഞാൻ അദ്ദേഹത്തെ ഒരു തരകൻ എന്ന പേര്, അദ്ദേഹത്തിനെ ഞാൻ വിളിക്കുന്നത് മോനെന്ന്. അപ്പൊ ഞാൻ ഈ മോനെ കണ്ട ചോദിച്ചു, എന്റെ മോനെ, നിങ്ങൾ ഇത്രേ സുന്ദരനെ പിടിച്ചതിന്റെ വാച്ചറാക്കിയത് മോശമായിപ്പോയി. ഞാൻ സാരസത്തിൽ പറഞ്ഞു, ഇവനെ ഒന്നുമില്ലേ പിടിച്ച് അകത്തൊരു സെയിൽസ്മാൻ ആക്കിയിരുന്നെങ്കിൽ പെമ്പിള്ളേര് വന്ന് ഇവനെ കണ്ടെങ്കിലും വള കൂടുതൽ മേടിച്ചേനെന്ന് പറഞ്ഞ. മോൻ എന്നോട് പറഞ്ഞു, അച്ചായനോട് ഇപ്പൊ ഞാൻ നിനക്ക് എന്നാ മറുപടി പറയാനാ? അച്ചായനാണെ നിങ്ങൾ ആരും സ്വർണം ഉപയോഗിക്കുന്നവരല്ലെന്ന് പറഞ്ഞ് പുള്ളി ഒഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതങ്ങ് പോയി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡിസ്റ്റിങ്വിഷ് ഗസ്റ്റ് ഫാമിലി വരുന്നുണ്ട് വിദേശത്ത് നിന്ന്. അപ്പൊ അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ അവരോടുള്ള ആദരവിന് ഞാൻ തന്നെയാണ് പോകുന്നത് ഫിഷ് മേടിക്കാൻ. ഞാൻ കാറിൽ പോവുകയാണ്. എന്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുണ്ട്, റോയി എന്നാ പേര്. ഞാൻ ടൗണിലോട്ട് പോവുക. രാവിലെ 6:30 മണിക്ക് ചെന്നാലേ നല്ല മീൻ കിട്ടത്തുള്ളൂ. അങ്ങനെ ഓടിച്ചങ്ങോട്ട് ചെന്ന് ഈ ജോസ്കോട് അവിടെ വന്നപ്പോ എന്റെ മീനിന്റെ ചിന്ത ഞാൻ അങ്ങ് വിട്ടു. ഞാൻ റോയിയോട് പറഞ്ഞു, റോയി വണ്ടി പതുക്കെ വിടാൻ പറഞ്ഞു. ഇവനെ ഒന്നുകൂടെ കാണാനാ ഇവന്റെ ആ കോമളത്വം. അപ്പം റോയി വണ്ടി പതുക്കെ സ്ലോയിൽ വിട്ടപ്പോ അവിടെ എനിക്ക് മനസ്സിലായി ഇവൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ പോവുക. ഇവൻ ചെയ്ത പരിപാടി കേൾക്കണോ? ഒരു ബാഗ് ഇങ്ങോട്ട് തുറന്നിട്ടേ ഇവൻ ഈ തലയെ വെച്ചിരിക്കുന്ന കച്ചിക്കെട്ടെടുത്ത് അതിനകത്തോട്ട് വെച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരൊറ്റ തലമുടിയില്ല. സഹാറാമരുവും ഇതിനൊക്കെ ബെറ്ററാ. അടുത്തത് കൂടെ കേട്ടോണം, അവൻ ഈ മൂക്കത്ത് വെച്ചിരിക്കുന്ന കെട്ടുവെള്ളം ഉണ്ടല്ലോ, അതുകൂടെ എടുത്ത് താഴോട്ട് വെച്ചു. അപ്പോഴാ എനിക്ക് പിടികിട്ടി. എന്നാന്നറിയാവോ? ഇവന്റെ പല്ലുമ്പോടെ വെപ്പ. ഇവനൊരു 10-90 വയസ്സ് പ്രായമുള്ള ഒരു പടുക്കിളവനാ. ഇവരെ ഇങ്ങനെ അണിയിച്ച് നിർത്തിയിരിക്കുക. ഇവനെ ഊതിയ താഴെ പോവും.
ഇവൻ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് വീട്ടിൽ ചെന്ന് അവന്റെ ഭാര്യ അവനെ കയറ്റുകയല്ല. അവൻ ഒറിജിനലായിട്ട് അവൻ പോണം. അതിന് അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇതെല്ലാം എടുത്ത് ബായി വെക്കുക. സാത്താൻ ഇത്രയേ ഉള്ളൂ ദൈവമക്കളെ. ദൈവമക്കൾക്ക് ഇത്രയേ ഉള്ളൂ. അലറുന്ന സിംഹം എന്ന പോലെ തകർക്കാൻ, രോഗമിടാൻ, ജോലി കളയാൻ, സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ, കുഞ്ഞുങ്ങളെ അനുസരണക്കേട് പഠിപ്പിക്കാൻ വരുമ്പോൾ ധൈര്യത്തോടെ അവനെ റിബ്യൂക്ക് ചെയ്യണം. അഭിഷേകം ഇല്ലാതെ റിബ്യൂക്ക് ചെയ്തത് തിരിച്ചടിയും കിട്ടും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ സാത്താനോട് എതിർത്ത് നിന്ന് നോക്കിക്കേ. അവൻ നിങ്ങളെ വിട്ട് നടന്നു പോകുന്നല്ല, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹി വിൽ ഫ്ലീ അവേ. അവന് നമ്മളെ പേടി. കാരണം നമ്മൾ ആരാ? കാന്തയാ, മണവാളന്റെ കാന്തയാ. അവൻ അറിയാം നമ്മൾ ആരാണെന്ന്. അപ്പോൾ സാത്താനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ബാക്കി 2 കാര്യങ്ങൾ നമുക്ക് നാളെ ചിന്തിക്കാം. ഇന്ന് ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസിൽ കൂടെ നാം കേൾക്കുവാൻ കണവടിയായി തീർന്ന വചനത്തിന് മുമ്പാകെ തന്നെ നമ്മളെ ഇന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സ്തോത്രം റാപ്ചറിനെ കുറിച്ച് സ്തോത്രം